ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. വാഗീശാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സിതമഭിജസുഗം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭा ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. വാൽമീകേർമുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വൻ രാമകഥാനാദം കോ നയാതി പരാംഗതിം. യഃ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാചേദസമകൽമഷം. ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം ജനകാത്മജായാഃ ആദായ തേനൈവ ദദാഹ ലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യഃ കർണാഞ്ജലി സംഭുടൈരഹരഹർ സമ്യക് പിബത്യാദരാത് വാൽമീകേർവദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു. ജന്മവ്യാധിജരാവിപത്തിമരണൈഃ അത്യന്തസോപദ്രവം സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോഃ പദം ശാശ്വതം. തദുപഗത സമാസ സന്ധിയോഗം സമമധുരോപനദാർത്ഥവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശശിരസശ്ച വധം നിശാമയധ്വം. വാൽമീകിഗിരിസംഭൂതാ രാമസാഗരഗാമിനി പുനാതി ഭുവനം പുണ്യാ രാമായണ മഹാനദീ. ശ്ലോകസാരജലാകീർണം സർഗകല്ലോലസങ്കുലം കാണ്ഡഗ്രാഹമഹാമീനം വന്ദേ രാമായണാർണവം. വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദഃ പ്രാചേദസാദാസീത് സാക്ഷാത് രാമായണാത്മനാ. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം. അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം.
വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതഃ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോഃ വായ്വാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യഃ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയസ്വാമിനേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. രാമായണ മാസം 13-ാം ദിവസത്തേക്ക് ഏവർക്കും സുസ്വാഗതം. വാൽമീകി രാമായണം ആരണ്യകാണ്ഡമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 30-ാം സർഗം പകുതി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഖരവധം കഴിഞ്ഞു അല്ലേ? ഇന്നലെ മുഴുവൻ രാമനും ഖരനുമായിട്ടുള്ള യുദ്ധങ്ങൾ വർണ്ണിക്കുകയായിരുന്നു. അവസാനം ഈ 30-ാം സർഗത്തിലാണ് ഖരന്റെ വധം പറഞ്ഞ് ആ ഖരന്റെ ശരീരം, വലിയൊരു പർവ്വതം പോലെയുള്ളതായിട്ടുള്ള ആ ശരീരം രക്തമൊലിപ്പിച്ചുകൊണ്ട് പർവ്വതത്തിൽ നിന്ന് അനേക നദികൾ പൊട്ടിയൊലിക്കും പോലെ രക്തനദികളോടുകൂടി ഭൂമിയിൽ പതിച്ചു എന്നുള്ളതായിട്ടുള്ള ആ ഭാഗം വരെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ആ സമയത്ത് രാജർഷികൾ അതുപോലെ പരമർഷികൾ എല്ലാവരും ആകാശത്ത് നിന്നുകൊണ്ട് രാമനെ നോക്കിക്കൊണ്ട് സന്തോഷപൂർവം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിലനിർത്തിയത്. അതുപോലെ അവർ പറയുന്ന വാക്കുകളാണ് ഇനി തുടർന്ന് നമ്മൾ കാണാൻ പോണത്. യുദ്ധമൊന്നും ഇനിയിപ്പോൾ കൂടുതൽ തിരിച്ചു പോകേണ്ട ആവശ്യമില്ല അല്ലേ? വർണ്ണനകൾ തന്നെയായിരുന്നു, യുദ്ധവർണ്ണന വളരെ വിശദമായിട്ട്. അപ്പൊ അരണ്യകാണ്ഡം 30-ാം സർഗം 30-ാം ശ്ലോകം. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. അത ശ്രീമദ് വാൽമീകിയേ രാമായണേ ആരണ്യകാണ്ഡേ 30 സർഗഃ. ഏതദർത്ഥം മഹാതേജ മഹേന്ദ്രഃ പാകശാസനഃ ശരഭംഗാശ്രമം പുണ്യം ആജഗാമ പുരന്ദരഃ. ആനീതസ്ത്വം ഇമം ദേശം ഉപായേന മഹർഷിഭിഃ യേഷാം വധാർത്ഥം ക്രൂരാണാം രക്ഷസാം പാപകർമ്മണാം. തദിദം നഃ കൃതം കാര്യം ത്വയാ ദശരഥാത്മജ സുഖം ധർമ്മം ചരിഷ്യന്തി ദണ്ഡകേഷു മഹർഷയഃ. അപ്പൊ രാജർഷികൾ പരമർഷികൾ മുതലായവരുടെ വാക്കുകളാണ് പറയുന്നത്. ഏതദർത്ഥം മഹാതേജ മഹേന്ദ്രഃ പാകശാസനഃ ശരഭംഗാശ്രമം പുണ്യം ആജഗാമ പുരന്ദരഃ. ഏതദർത്ഥം, ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ എന്നർത്ഥം. ഏത് കാര്യം? ഖരവധം രാമനാൽ സാധിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് മഹാതേജാഹ പാകശാസനഃ പുരന്ദരഃ മഹേന്ദ്രഃ. ഒരു മഹേന്ദ്രൻ എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിനുള്ള 3 വിശേഷണങ്ങളോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ പറഞ്ഞത്. വലിയ തേജസ്വിയാണ്,
പാകശാസനൻ എന്ന് പറഞ്ഞാൽ പാകൻ എന്നൊരു അസുരനെ വധിച്ചവൻ. പാകാരി, പാകശാസനൻ എന്നൊക്കെ ഇന്ദ്രന് പേര് കിട്ടി. പല അസുരന്മാരെയും വധിച്ചതുകൊണ്ട് ആ അസുരന്മാരുടെ പേരോട് ചേർത്ത് ഇന്ദ്രന് അനേകം പേരുകൾ, ജംബാരി, ബലാരി, പാകാരി, ഇങ്ങനെ എത്ര അസുരന്മാരെ വധിച്ചുവോ അവരുടെയൊക്കെ പേര് ചേർത്ത്. അപ്പോ ആ പാകശാസനായ പുരന്തരൻ, അസുരന്മാരുടെ ആ പുരിയെ പിളർന്നവൻ, ഭേദിച്ചവൻ എന്നൊക്കെ അർത്ഥമാണ്. പുരാൻ അല്ലെങ്കിൽ പുരം ധരതീതി പുരന്തര. ആ മഹേന്ദ്രൻ ഏതദർത്ഥം പുണ്യം ശരഭംഗാശ്രമം ആചകാമ. ഇതിനു വേണ്ടി തന്നെയാണ് ആ പുണ്യമായ ശരഭംഗാശ്രമത്തിലേക്ക് വന്നത് എന്ന്. ശരഭംഗാശ്രമത്തിൽ ഇന്ദ്രൻ നിൽക്കുമ്പോൾ രാമൻ ചെല്ലുന്നുണ്ട് അവിടെ, അല്ലേ? ഓർമ്മയുണ്ടല്ലോ. അപ്പോ തീർച്ചയായിട്ടും ആ ഇന്ദ്രൻ ശരഭംഗ മഹർഷിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക രാമനെ ഈ ദണ്ഡകാരണ്യത്തിലുള്ള രാക്ഷസന്മാരെയൊക്കെ വധിക്കാനായിട്ട് ആവശ്യപ്പെടണം. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ രാമൻ അത് ചെയ്യും എന്ന് പല മഹർഷിമാരോടും നേരിൽ കണ്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ വന്നത് എന്നർത്ഥം. ആ ശരഭംഗ മഹർഷിയെ കൊണ്ടുപോകാനും ഒപ്പം അവിടെയുള്ള ആളുകളോടൊക്കെ ഈ കാര്യങ്ങൾ പറയാനും രാമനെ കൊണ്ട് വേണം നിങ്ങൾ ഈ ദണ്ഡകാരണ്യത്തിലെ ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ, ശക്തന്മാരായ ഗരാദികളെയൊക്കെ കൊല്ലാൻ. ഇപ്പൊ ഗരനെയൊന്നും ഇന്ദ്രന് നേരിട്ട് കൊല്ലാനുള്ള ശക്തി ഇല്ലാന്ന് താല്പര്യം. ഇവിടെ പാകശാസനൻ എന്നൊക്കെ പറഞ്ഞു, മഹാതേജസ്വി, ശത്രുക്കളുടെ പുരങ്ങളെ പിളർക്കുന്നവനൊക്കെയാണ്. എന്നാലും ആ മഹേന്ദ്രന് പോലും ഈ ഗരനെ പോലെയുള്ള ശക്തന്മാരെ ജയിക്കാൻ കഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹം രാമനെ കൊണ്ട് അത് ചെയ്യിക്കാൻ വേണ്ടിയാണ് വനത്തിൽ വന്ന് മറ്റുള്ളവരെയൊക്കെ കണ്ടത്. ആനീതസ്ത്വം ഇമം ദേശം ഉപായേന മഹർഷിഭിഃ യേഷാം വധാർത്ഥം ക്രൂരാണാം രക്ഷസാം പാപകർമ്മണാം. യേഷാം ക്രൂരാണാം പാപകർമ്മണാം രക്ഷസാം വധാർത്ഥം. ഈ ക്രൂരന്മാരും പാപകർമ്മങ്ങൾ ചെയ്യുന്നവരുമായിട്ടുള്ള രാക്ഷസന്മാരുടെ വധത്തിനായിക്കൊണ്ട് ഇമം ദേശം മഹർഷിഭിഃ ഉപായേനത്വം ആനീതഃ. ഈ സ്ഥലത്തേക്ക്, ഈ പഞ്ചവടിയിലേക്ക് മഹർഷിമാരാൽ സൂത്രത്തിൽ ഉപായം കൊണ്ട് അങ്ങ് കൂട്ടിക്കൊണ്ടുവരപ്പെട്ടു. കാരണം ഇവിടെയാണ് അങ്ങേക്ക് പണി കൂടുതൽ ഉള്ളത്, അല്ലെ? ധാരാളം ദുഷ്ടനിശാചരന്മാർ വിഹരിക്കുന്നതായിട്ടുള്ള സ്ഥാനം. അപ്പോ ഇവിടേക്ക് പഞ്ചവടിയിലേക്ക് അങ്ങയെ വരാനുള്ള എല്ലാ പദ്ധതിയും ഇന്ദ്രനാണ് വന്ന് അഭ്യർത്ഥിച്ചത് എന്നർത്ഥം. തദിദം നഃ കൃതം കാര്യം ത്വയാ ദശരഥാത്മജ സുഖം ധർമ്മം ചരിഷ്യന്തി ദണ്ഡകേഷു മഹർഷയഃ. ഹേ ദശരഥാത്മജ, നഹ ഇദം കാര്യം ത്വയാ കൃതം. അല്ലയോ രാമ, ദശരഥപുത്ര, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയാൽ ഈ ഒരു മഹത്തായ കാര്യം ചെയ്യപ്പെട്ടു. ഖരവധം എന്നുള്ള ആ മഹത് കാര്യം ചെയ്യപ്പെട്ടു. തത് മഹർഷയഃ ധർമ്മം ദണ്ഡകേഷു സുഖം ചരിഷ്യന്തി. തത് എന്നാണ് അവിടെ തസ്മാത് എന്നർത്ഥത്തിൽ. എന്തെന്നാൽ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മഹർഷിമാരെല്ലാം അവരുടെ ധർമ്മത്തെ ദണ്ഡകേഷു സുഖം ചരിഷ്യന്തി, ഈ ദണ്ഡകാരണ്യത്തിൽ സുഖമായി തന്നെ ചരിക്കാൻ സാധിക്കും. ഭയമില്ലാതെ അവർക്ക് അവരുടെ ധർമാനുഷ്ഠാനം ചെയ്യാൻ സാധിക്കും. മറ്റത് അവര് ഏതെങ്കിലും തപസ്സിലോ അല്ലെങ്കിൽ പൂജയ്ക്കോ യാഗത്തിനോ ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്, പുറകിൽ അല്ലെ ദുഷ്ടന്മാർ, അസുരന്മാർ വന്ന് ആക്രമിക്കോ എന്നുള്ളത്. ഇപ്പോ അങ്ങ് ഈ ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ചത് കൊണ്ട് അവർക്ക് നിസധൈര്യം അവരുടെ ധർമ്മം ആചരിക്കാം. ഏതസ്മിന്നന്തരേ ദേവാഃ ചാരണൈ സഹ സംഗതാഃ ദുന്ദുഭീൻ ചാഭിനിഘ്നന്തഃ പുഷ്പവർഷം സമന്തതഃ രാമസ്യോപരി സംഹൃഷ്ടാ വവൃഷുസ് വിസ്മിതാസ്തദാ. ഏതസ്മിന്നന്തരേ ദേവാഃ സംഹൃഷ്ടാഃ. ഈ സന്ദർഭത്തിൽ ദേവന്മാരെ ആകാശത്ത് നിന്ന് വളരെ സന്തോഷത്തോടു കൂടിയവരായി ചാരണൈഹി സഹ സംഗതാഃ, ചാരണന്മാരെന്ന വിഭാഗത്തോടുകൂടി കൂടിയവരായിട്ട് ദുന്ദുബീൻ അഭിനിഘ്നന്തഃ, ഭേരികളെ ദുന്ദുബികളെ മുഴക്കിക്കൊണ്ട് രാമസ്യ ഉപരി സമന്തതഃ പുഷ്പവർഷം വവൃഷുഹു, രാമന്റെ മുകളിൽ എല്ലാ ഭാഗത്തു നിന്നും പുഷ്പവർഷത്തെ വർഷിച്ചു. തഥാ വിസ്മിതാഹ ച, അത്യന്തം ആശ്ചര്യഭരിതരാവുകയും ചെയ്തു രാമന്റെ ഈ
ഏകനായി 14,000 സൈന്യത്തെയും ശക്തനായ ഗരനെയും വധിച്ച രാമന്റെ ആ പ്രവൃത്തി കണ്ട് എല്ലാ ദേവന്മാരും വിസ്മയിച്ചു നിൽക്കുകയാണ്, രാമന്റെ മേലെ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട്. അർദ്ധാധിക മുഹൂർത്തേന രാമേണ നിശിതൈശരൈഃ ചതുർദശ സഹസ്രാണി രക്ഷസാം ഭീമകർമ്മണാം ഗരദൂഷണമുഖ്യാനാം നിഹതാനി മഹാമൃധേ അഹോ ബദ മഹത്കർമ്മ രാമസ്യ വിദിതാത്മനഃ. അപ്പൊ രാമൻ എത്ര വേഗമാണ് ഇത്രയും 14,000 അസുരന്മാരെയും ഗരദൂഷണ ത്രിശിരാക്കളെയും വധിച്ചത് എന്ന് പറയാം. മഹാമൃധേ, ഈ വലിയ യുദ്ധത്തില് ഗരദൂഷണമുഖ്യാനാം ഭീമകർമ്മണാം രക്ഷസാം ചതുർദശ സഹസ്രാണി. ആ ഭീമകർമ്മ ഭയങ്കര കർമാക്കളായ ഗരദൂഷണാദികൾ മുഖ്യന്മാരായിട്ടുള്ള രാക്ഷസന്മാരുടെ 14,000 എണ്ണം രാമേണ നിശിതൈശരൈഃ അർദ്ധാധിക മുഹൂർത്തേന നിഹതാനി. രാമനാൽ മൂർച്ചയേറിയ ശരങ്ങളെ കൊണ്ട് അർദ്ധാധിക മുഹൂർത്തം, ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാല് 48 മിനിറ്റാണ്. അതിന്റെ കൂടെ അർദ്ധ മുഹൂർത്തം കൂടി കൂട്ടിയാലോ മറ്റൊരു 12 കൂടി കൂട്ടുക, അല്ലെ? അല്ല, 24 മിനിറ്റ്, ഒരു നാഴിക കൂടി കൂട്ടുക. അപ്പോ 48 24 72 മിനിറ്റ്. 72 മിനിറ്റ് അതിനെ നാഴികകളാക്കി വിഭജിക്കുകയാണെങ്കിൽ ഒരു നാഴിക എന്ന് പറഞ്ഞാല് 24 മിനിറ്റ് തന്നെ, അല്ലെ? 2 നാഴികയുള്ള ഒരു മുഹൂർത്തം. അപ്പം 3 നാഴിക നേരം. 72 മിനിറ്റ് എന്ന് പറയുമ്പോൾ 3:24 അല്ലേ? 3 നാഴിക നേരം കൊണ്ട് അർദ്ധാധിക മുഹൂർത്തേന 72 മിനിറ്റ് അഥവാ 3 നാഴിക നേരം കൊണ്ട് നിഹതാനി കൊല്ലപ്പെട്ടു. വിദിതാത്മനഃ രാമസ്യ തദ് മഹത് കർമ്മ അഹോബദ. ആ വിഖ്യാത വീരനായ ശ്രീരാമന്റെ ഈ പ്രവൃത്തി അത്യാശ്ചര്യകരം തന്നെ എന്ന് ഇവിടെ ലവകുശന്മാർ അല്ലെങ്കിൽ മഹാകവിയായിട്ടുള്ള വാൽമീകി പുകഴ്ത്തുകയാണ്. അഹോ വീര്യമഹോ ദാക്ഷ്യം. അല്ല, ആകാശത്ത് നിൽക്കുന്ന ദേവന്മാരും ഗന്ധർവന്മാരും എല്ലാവരും കൂടി സ്തുതിക്കുകയാണ്. അഹോ വീര്യമഹോ ദാക്ഷ്യം വിഷ്ണോരിവഹി ദൃശ്യത്തെ. അഹോ വീര്യം, എന്തൊരു വീര്യം, ആശ്ചര്യം ആശ്ചര്യം. അഹോ ദാക്ഷ്യം, എന്തൊരു ദക്ഷത, എന്തൊരു സാമർഥ്യം. വിഷ്ണോഹോ ഇവ ഹി ദൃശ്യത്തെ, വിഷ്ണുവിനെ പോലെ തന്നെ കാണപ്പെടുന്നു. എന്ന് വെച്ചാൽ വിഷ്ണു തുല്യനായി തന്നെ ഈ രാമൻ പരാക്രമിയായിരിക്കുന്നു എന്നർത്ഥം. ഇത്യേവ മുക്ത്വാ തേ സർവേ യയുർദേവാ യഥാഗതം. തേ ദേവാ സർവേ ഇതിയേവ മുക്ത്വാ യഥാഗതം യയുഃ. ഇപ്രകാരം പറഞ്ഞ ആ ദേവന്മാരെല്ലാം ഏതു വഴിക്ക് വന്നോ എങ്ങനെ വന്നോ അപ്രകാരം തന്നെ അവരെല്ലാം തിരിച്ചുപോയി എന്നർത്ഥം. കാരണം അവർ കാണാൻ വന്നത് ഖരവധമാണ്. അത് കണ്ടപ്പോ അവർക്ക് സന്തോഷമായി, ആശ്വാസമായി, അല്ലേ? അവരെ ഇനി ഇതുപോലെയുള്ള ദുഷ്ടരാക്ഷസന്മാര് ദേവന്മാരെ ഉപദ്രവിക്കില്ല എന്നുള്ള സന്തോഷമായി. അങ്ങനെ മടങ്ങിപ്പോയി. ഏതസ്മിന്നന്തരേ വീരോ ലക്ഷ്മണഃ സഹ സീതയാ ഗിരിദുർഗാത് വിനിഷ്ക്രമ്യ സംവിവേശാശ്രമം സുഖീ. ഏതസ്മിൻ അന്തരേ വീരഃ ലക്ഷ്മണഃ. ഈ സമയത്ത് തന്നെ വീരനായ ലക്ഷ്മണൻ സീതയാ സഹ ഗിരിദുർഗാത് വിനിഷ്ക്രമ്യ, സീതയോടുകൂടി, സീതയെ മറച്ചു വെക്കാൻ പറഞ്ഞിരുന്നു ഗുഹയ്ക്കകത്ത്. അങ്ങനെ ആ ഗുഹയിൽ നിന്ന് 2 പേരും പുറത്തിറങ്ങി വിനിഷ്ക്രമ്യ സുഖീ ആശ്രമം സംവിവേശ, വളരെ സുഖത്തോടുകൂടി അഥവാ രാമന്റെ വിജയം കണ്ട് സന്തോഷിച്ച് ആശ്രമത്തിലേക്ക്, രാമന്റെ അടുത്തേക്ക് പ്രവേശിച്ചു. തതോ രാമസ്തു വിജയീ പൂജ്യമാനോ മഹർഷിഭിഃ പ്രവിവേശാശ്രമം വീരോ ലക്ഷ്മണേനാഭിവാദിതഃ. തതഃ വിജയീ വീരഃ രാമഃ തു മഹർഷിഭിഃ പൂജ്യമാനഃ ലക്ഷ്മണേന അഭിവാദിതഃ ആശ്രമം പ്രവിവേശ. അനന്തരം രാമനും, വിജയം വരിച്ച വീരനായിട്ടുള്ള രാമനാകട്ടെ മഹർഷികളാൽ പൂജിക്കപ്പെട്ടവനായി അഥവാ കൊണ്ടാടപ്പെട്ടവനായി, ലക്ഷ്മണനാലും നമസ്കരിക്കപ്പെട്ടവനായി, അഭിവാദനം ചെയ്യപ്പെട്ടവനായി ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. തം ദൃഷ്ട്വാ ശത്രുഹന്താരം മഹർഷീണാം സുഖാവഹം ബഭൂവ ഹൃഷ്ടാ വൈദേഹി ഭർത്താരം പരിഷസ്വജേ. അങ്ങനെ ശത്രുഹന്താരം തം ദൃഷ്ട്വ,
ശത്രുക്കളായ രാക്ഷസന്മാരെ മുഴുവൻ കൊന്നവനായ രാമനെ കണ്ടിട്ട്, അത് എങ്ങനെയുള്ള പണിയാണ് ചെയ്തത് രാമൻ? മഹർഷീണാം സുഖാവഹം, മഹർഷിമാർക്കെല്ലാം സുഖത്തെ സ്വൈരത്തെ ഉണ്ടാക്കി കൊടുത്തവനാണ്. അങ്ങനെയുള്ള തം രാമം ദൃഷ്ട്വ, രാമനെ കണ്ടിട്ട് വൈദേഹി, ആ വൈദേഹി ദേവി ഹൃഷ്ടാ ബഭൂവ, വളരെ സന്തുഷ്ടയായി ഹർഷമുള്ളവളായി ഭവിച്ചു, രോമാഞ്ചമുള്ളവളായി ഭവിച്ചു എന്നർത്ഥം. ഭർത്താരം പരിഷസ്വജേ, ഭർത്താവിനെ ആ സീത ചെന്ന് രാമനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു എന്നാണ്. അപ്പൊ തന്റെ ഭർത്താവിന്റെ ആ ഒരു പരാക്രമം, നിമിഷ നേരം കൊണ്ട് ഇത്രയും വലിയ രാക്ഷസ സൈന്യത്തെ ഒടുക്കിയതായിട്ടുള്ള ആ രാമനെ സ്നേഹപൂർവം, അഭിനന്ദനപൂർവം, ആരാധനാപൂർവം ആലിംഗനം ചെയ്തു. മുദാ പരമയാ യുക്ത ദൃഷ്ട്വാ രക്ഷോ ഗണാൻ ഹതാൻ രാമം ചൈവാവ്യയം ദൃഷ്ട്വാ തുതോഷ ജനകാത്മജാ. രക്ഷോഗണാൻ ഹതാൻ ദൃഷ്ട്വാ പരമയാ മുദാ യുക്ത ജനകാത്മജ രാമം അവ്യയമേവ ദൃഷ്ട്വാ തുതോഷ. അപ്പോ ആ സീത കണ്ട ദർശനം എന്താണ്? രക്ഷോഗണാൻ ഹതാൻ ദൃഷ്ട്വ, അവിടെ ഭൂമി മുഴുവൻ നിറഞ്ഞു കിടപ്പുണ്ട് രാക്ഷസന്മാര്, 14,000 പേരുടെ ശരീരങ്ങൾ എല്ലാം വികലാംഗങ്ങളായി വീണ് മുറിഞ്ഞ്, തല പോയത്, കൈകാല് പോയത്, അല്ലെ, അംഗവൈകല്യങ്ങൾ വന്നത്, മാറിൽ ബാണം തറച്ചത്, ഇങ്ങനെ പല രീതിയിലുള്ളതായിട്ടുള്ള ആ രാക്ഷസന്മാരുടെ മൃതശരീരങ്ങൾ കണ്ട് പരമയാമുദായുക്ത ജനകാത്മജ, വളരെ സന്തോഷത്തോടു കൂടിയവളായ ജനകാത്മജ രാമം അവ്യയമേവ ദൃഷ്ട്വാ തുതോഷ. എന്നാൽ രാമന് യാതൊരു കോട്ടവുമില്ല, അവ്യയനായിരിക്കുന്നു. അവ്യയം എന്ന് പറഞ്ഞാല് യാതൊരു വ്യയവുമില്ല. വ്യയം എന്നാൽ ക്ഷീണം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യം, ഒരു തരത്തിലുള്ള ഒരു അവയവവും രാമന് കുറവുണ്ടായിട്ടില്ല. പൂർണ്ണനായിരിക്കുന്ന എന്താ പറയുക, അല്പം മുറിവുകളൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിലും അംഗവൈകല്യങ്ങളില്ലാത്ത ആ രാമനെ കണ്ടിട്ട് സന്തോഷിച്ചു, ആനന്ദവതിയായി തീർന്നു. തതസ്തുതം രാക്ഷസ സംഗമർദ്ദനം സഭാജ്യമാനം മുദിതൈർമഹർഷിഭിഃ പുനഃ പരിഷ്വജ്യ ശശിപ്രഭാനന ബഭൂവ ഹൃഷ്ടാ ജനകാത്മജാ തദാ. തദാ ആ അനന്തരം അപ്പോൾ ആ ശശിപ്രഭാനന ജനകാത്മജ, പൂർണ്ണചന്ദ്രനെ പോലെ ശോഭയുള്ള മുഖത്തോടുകൂടിയവളായ ആ സീത രാക്ഷസ സംഘമർദ്ദനം, രാക്ഷസ സംഘത്തെ മർദ്ദിച്ചവനായ രാമനെ മുദിതൈഹി മഹർഷിഭിഹി സഭാജ്യമാനം, സന്തുഷ്ടരായ മഹർഷിമാരാൽ സൽക്കരിക്കപ്പെടുന്ന പൂജിക്കപ്പെടുന്നവനായ രാമനെ തം പുനഃ പരിഷ്വജ്യ ഹൃഷ്ടാ ബഭൂവ, വീണ്ടും ആലിംഗനം ചെയ്തുകൊണ്ട്, ആദ്യം ഒരിക്കൽ ആലിംഗനം ചെയ്തു, പിന്നെയും പിന്നെയും സീതയ്ക്ക് രാമനെ ആലിംഗനം ചെയ്ത് മതിയാവുന്നില്ല, അങ്ങനെ ഒന്നുകൂടെ ആലിംഗനം ചെയ്ത് സന്തുഷ്ടയായി ഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗരവധം എന്നുള്ളതായിട്ടുള്ള ഈ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ ആരണ്യകാണ്ഡേ 30 സർഗഃ. 30ാം സർഗം പൂർണ്ണം. മുപ്പത്തൊന്നാം സർഗം. ഇനി ശൂർപ്പണഖ ഗരനെ കൊണ്ട് രാമനെ വധിപ്പിച്ച് രാമന്റെ രക്തം കുടിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. എന്തായാലും നിരാശയായി, ദുഃഖിതയായി, ക്രോധവും വർദ്ധിച്ചു. അങ്ങനെ ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നേരെ ലങ്കയിലേക്ക് രാവണന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ രാവണന്റെ അടുത്ത് ചെന്ന് ശൂർപ്പണഖ എന്തൊക്കെയാ ഇനി കൂട്ടിപ്പറയാൻ പോകുന്നു, അല്ലേ? നുണ പറയുക എന്നുള്ളത് ചില ആളുകൾക്ക് ഒരു മടിയുമില്ല, അല്ലേ? അവരെയാണ് അസുരന്മാരെ, രാക്ഷസന്മാരെ എന്നൊക്കെ പറയുക. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്, അല്ലേ? TV ചാനലുകളൊക്കെ തുറന്നാൽ അതിലുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോ നല്ല നുണയന്മാരാണ്. രാഷ്ട്രീയക്കാരുടെ കാര്യം പറയാനുമില്ല, നുണയന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോ അങ്ങനെയുള്ള അവരെയൊക്കെ എന്ത് വിളിക്കണം? ഈ പറഞ്ഞ രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ പെടുത്തണം. അപ്പൊ എന്തായാലും ശൂർപ്പണഖ തന്റെ കാര്യം സാധിക്കാൻ, അഥവാ രാമനോട് പ്രതികാരം ചെയ്യാൻ
രാമനെ വധിച്ച് രക്തം കുടിക്കാനുള്ള ദാഹത്തോടുകൂടെ ഏതെങ്കിലും രീതിയിൽ ആ രാവണനെ പ്രകോപിപ്പിക്കണം, രാവണനെ രാമന്റെ എതിരെ പ്രവർത്തിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ലങ്കയിലേക്ക് ചെല്ലുന്നു. രാവണനെ പ്രേരിപ്പിച്ചുകൊണ്ട് പലതും പറയുന്നു. അത ഏകത്രിംസർഗഃ ത്വരമാണസ്തതോ ഗത്വാ ജനസ്ഥാനാത് അകമ്പനഃ പ്രവിശ്യ ലങ്കാം വേഗേന രാവണം വാക്യമബ്രവീത്. അപ്പൊ അതിനു മുമ്പ് വേറൊരാള് ചെല്ലുന്നുണ്ട്, അകമ്പനൻ എന്ന് പറയുന്ന രാക്ഷസൻ. അപ്പൊ ശൂർപ്പണഖ ചെല്ലുന്നതിന് മുമ്പേ ന്യൂസ് എത്തുന്നുണ്ട് എന്ന് പറയാം. അതാണ് തതഹ അകമ്പനഃ. അകമ്പനൻ രാവണന്റെ ചാരനാണ്. അപ്പൊ രാവണചാരനായിട്ടുള്ള അകമ്പനൻ ത്വരമാണഃ, വളരെ വേഗത്തിൽ പോകുന്നവനായി ജനസ്ഥാനാത് വേഗേന ഗത്വ, ആ ജനസ്ഥാനം എന്നുള്ള പഞ്ചവടി ദേശത്ത് നിന്ന് വേഗത്തിൽ പോയിട്ട് ലങ്കാം പ്രവിശ്യ രാവണം വാക്യം അബ്രവീത്, ആ ലങ്കയിലേക്ക് പ്രവേശിച്ച് രാവണനോട് ഇപ്രകാരം പറഞ്ഞു. ജനസ്ഥാനസ്ഥിതാ രാജൻ രാക്ഷസ ബഹവോ ഹതാഃ ഗരശ്ച നിഹതഃ സംഖ്യേ കഥഞ്ചിത് അഹമാഗതഃ. ഹേ രാജൻ, രാവണനെ സംബോധനയാണ്. അല്ലയോ മഹാരാജാവേ, ജനസ്ഥാനസ്ഥിതാഹ രാക്ഷസാഹ ബഹവഃ ഹതാഃ, ആ ജനസ്ഥാനത്ത് വസിക്കുന്നവരായ ഒരുപാട് രാക്ഷസന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. സംഖ്യേ നിഹതഃ അഹം കഥഞ്ചിതാഗതഃ, അവരെല്ലാവരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, ഞാൻ എങ്ങനെയോ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാണ്. കഥഞ്ചിതാഗതഃ, എന്റെ പ്രാണനും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു എന്ന്. ഏവമുക്തോ ദശഗ്രീവഃ ക്രുദ്ധഃ സംരക്തലോചനഃ അകമ്പനമുവാചേദം നിർദഹന്നിവ ചക്ഷുഷാ. ഏവം മുക്തഃ ദശഗ്രീവഃ സംരക്തലോചനഃ ക്രുദ്ധഃ. ഇപ്രകാരം പറയപ്പെട്ട 10 കഴുത്തൻ രാവണൻ വളരെയധികം കോപിച്ചവനായി, ചുവന്ന കണ്ണുകളോടുകൂടി രക്തലോചനായിക്കൊണ്ട് ചക്ഷുഷാ നിർദഹന്നിവ അകമ്പനമിതമുവാച, കണ്ണുകൊണ്ട് ദഹിപ്പിച്ചു കളയും അകമ്പനനെ എന്ന പോലെ നോക്കിക്കൊണ്ട് അകമ്പനനോട് തന്നെ രാവണൻ പറയുകയാണ്. കേന രമ്യം ജനസ്ഥാനം ഹതം മമ പരാസുന കോദ്യ സർവേഷു ലോകേഷു ഗതിം നാധിഗമിഷ്യതി. രമ്യം മമ ജനസ്ഥാനം കേന പരാസുനാ ഹതം, എന്റെ ജനസ്ഥാനം, ആ രമ്യം മനോഹരമായിട്ടുള്ള ആ സ്ഥലം, ദണ്ഡകാരണ്യത്തിലെ ആ പഞ്ചവടി പ്രദേശം, അത് എന്റെ സ്ഥലമാണ്. അത് കേന പരാസുനാ ഹതം, ഏതൊരുവനാലാണ് പരാസു എന്ന് പറഞ്ഞാൽ അവന്റെ ആയുസിന്റെ അറ്റമെത്തിയവൻ. അസു പ്രാണനാണ്. അപ്പൊ പ്രാണൻ പരലോകത്തേക്ക് പോകാനായവൻ, പരഗതമായ അസുവോട് കൂടിയവൻ, പരലോകത്തേക്ക് പോകാനുള്ള പ്രാണനോട് കൂടിയവൻ എന്നർത്ഥം. അങ്ങനെയുള്ള അവൻ ഏതൊരുവനാലാണ് ഹനിക്കപ്പെട്ടത്, നശിപ്പിക്കപ്പെട്ടത്. അദ്യ ലോകേഷു സർവേഷു ഗതിം കഹ അധിഗമിഷ്യതി നഹ ഗമിഷ്യതി ന. അതുകൊണ്ട് ഏതൊരുവനാണ് 3 ലോകങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ലോകങ്ങളിലും ഇനി ഗതിയില്ലാതെ അലയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ എവിടെയും ഇനിയിപ്പോ അവൻ അഭയം കിട്ടാൻ പോകുന്നില്ല. കാരണം ഞാൻ അവനെ ശരിയാക്കാൻ പോകണം. ഞാൻ ശരിയാക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ ഏത് ലോകത്ത് പോയാലും ആരും അവൻ അഭയം കൊടുക്കില്ല. എന്തുകൊണ്ട്? എന്നോടുള്ള പേടി കൊണ്ട്, അല്ലെ? രാവണന്റെ ശത്രുവാണെങ്കിൽ ആരഭയം കൊടുക്കാൻ ധൈര്യപ്പെടുക? അതുകൊണ്ട് അവൻ ആരാണ്? എന്നാൽ കൊല്ലപ്പെടാൻ പോകുന്നവൻ, എന്നെ പേടിച്ച് ലോകം മുഴുവൻ അഭയം തേടി അലയുന്നവൻ ആരാണ്? നഹിമേ വിപ്രിയം കൃത്വാ ശക്യം മഘവദാ സുഖം പ്രാപ്തും വൈശ്രവണേനാപി നയമേന ന വിഷ്ണുനാ. എന്തെന്നാൽ ഹി മേ വിപ്രിയം കൃത്വ, എന്നോട് വിപ്രിയം ചെയ്തിട്ട്, എന്നോട് അനിഷ്ടത്തെ ചെയ്തിട്ട്, മഘവദാ സുഖം പ്രാപ്തും ന ശക്യം. മഘവാൻ എന്നാൽ ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രന് പോലും സുഖമായിരിക്കുവാൻ സാധിക്കുകയില്ല. വൈശ്രവണേന യമേന ന, കുബേരനാലും യമനാലും അത് സാധിക്കില്ല. അവർക്കും എന്നെ കോപിപ്പിച്ചിട്ട് സുഖമായിരിക്കാൻ കഴിയില്ല. വിഷ്ണുന അപി ന, വിഷ്ണുവിന് പോലും എന്നെ കോപിപ്പിച്ചിട്ട് സുഖമായിരിക്കാൻ കഴിയുകയില്ല.
കാലസ്യ ചാപ്യഹം കാലോ ദഹേയമപി പാവകം മൃത്യും മരണധർമ്മേണ സംയോജയിതുമുത്സഹേ. രാവണൻ തന്റെ ശക്തിയെക്കുറിച്ച് പറയാം. അഹം കാലസ്യാപി കാലഃ, ഞാൻ കാലനും കാലനാകും. പാവകം അപി ദഹേയം, അഗ്നിയെ പോലും ഞാൻ ദഹിപ്പിക്കും. അല്ലെ, അഗ്നി എല്ലാറ്റിനെയും ദഹിപ്പിക്കുന്നതാണ്, അതിനെ ഞാൻ ദഹിപ്പിക്കുന്ന. മൃത്യും മരണധർമ്മേണ സംയോജയിതുമുത്സഹേ, മൃത്യുവിനെ മരണധർമ്മത്തോട് ഞാൻ യോജിപ്പിക്കും. അപ്പൊ മൃത്യുവിനും മരണമുണ്ടാകും എന്റെ കയ്യിൽ നിന്ന്. വാദസ്യ തരസാവേഗം നിഹന്തുമഹമുത്സഹേ ദഹേയമപി സംക്രുദ്ധഃ തേജസാദിത്യപാവകൗ. അപ്പോ എല്ലാ ദേവന്മാരും അഥവാ ദിക്പാലകന്മാരെയും ഒക്കെ നിന്ദിച്ചുകൊണ്ട് പറയാണ്, ഇവരുടെയൊക്കെ ശക്തിയെ ഞാൻ നശിപ്പിക്കുമെന്ന്. അഹം സംക്രുദ്ധഃ വാദസ്യ വേഗം തരസാ നിഹന്തുമുത്സഹേ. ഞാൻ ക്രോധിച്ചാലേ കാറ്റിന്റെ ഗതിയെ പെട്ടെന്ന് മുടക്കാനായിക്കൊണ്ട് എന്നെ കൊണ്ടാവും. കാറ്റിനെ നിശ്ചലമാക്കാൻ ശക്തിയുള്ളവനാണ് ഞാൻ. തേജസ ആദിത്യ പാവകൗ അപി ദഹേയം, എന്റെ തേജസ് കൊണ്ട് സൂര്യനെയും അഗ്നിയെയും ഞാൻ ദഹിപ്പിച്ചു കളയും. അപ്പൊ എനിക്ക് സൂര്യചന്ദ്രന്മാരെക്കാൾ അല്ലെങ്കിൽ അഗ്നിയേക്കാളൊക്കെ തേജസ് ഉണ്ട്, എന്റെ തേജസ് കൊണ്ട് അവർ ദഹിച്ചു പോകും എന്ന് സ്വയം തന്നെ ഒരു ഈശ്വരൻ എന്ന ഭാവത്തിലാണ് ആ രാവണൻ കാണുന്നത്. ഇതൊക്കെ ഈശ്വരന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം ഈശ്വരന്റെ തേജസ്സാണ് അഗ്നിയിലും സൂര്യനിലും ഒക്കെ ഉള്ളത്. ഈശ്വരൻ ആ തേജസ്സിനെ പിൻവലിച്ചാൽ അഗ്നിയും സൂര്യനും ശൂന്യം, ഒന്നുമില്ല. അതേപോലെ യമനെയും മറ്റുള്ള ദേവന്മാരെയൊക്കെ നിലയ്ക്ക് നിർത്തുന്നതാരാ? ഭഗവാനാണ്. വേദത്തിൽ പറയും, ഭീഷാസ്മാദ് വാദഃ പവതേ ഭീഷോദേതി സൂര്യഃ ഭീഷാസ്മാദ് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുർദാവതി പഞ്ചമ ഇതി. ഭീഷാസ്മാദ് വാദഃ പവതേ, ആ ഏതൊരു ഈശ്വരനെ ഭയന്നുകൊണ്ട് കാറ്റ് വീശുന്നുവോ, ഭീഷോദേതി സൂര്യഃ, ഭയം കൊണ്ട് സൂര്യൻ ഉദിക്കുന്നു ആ ഈശ്വരനെ ഭയന്ന്. ഭീഷാസ്മാദ് അഗ്നിശ്ച ഇന്ദ്രശ്ച, അഗ്നി ചൂടുള്ളതായിരിക്കുന്നതും ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നതും എല്ലാം അവനെ ഭയന്നിട്ടാണ്. ഏതൊരു ഈശ്വരനെ എന്നർത്ഥം. മൃത്യുർദാവതി പഞ്ചമഃ, അഞ്ചാമനായ മൃത്യുദേവൻ കാലൻ ഓടി നടന്ന് പണിയെടുക്കുന്നു അവനെ ഭയന്നിട്ട് എന്ന്. അത് ഈശ്വരനെ കുറിച്ച് പറഞ്ഞതാണ് വേദം. ഇപ്പൊ രാവണൻ അതിനെയൊക്കെ തനിക്ക് ചേരും പോലെയാക്കി. എന്നെ ഭയന്നുകൊണ്ട് ഇവരെല്ലാം പായും, അവരവരുടെ ശക്തിയെല്ലാം ഞാൻ ക്ഷയിപ്പിക്കും എന്നിങ്ങനെ തനിക്ക് ഈ അഷ്ടദിക്പാലകന്മാരെയും മറ്റുമൊക്കെ നിയന്ത്രിക്കാൻ, അവരെ അടക്കാൻ, അവരെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ്. തദാ ക്രുദ്ധം ദശഗ്രീവം കൃതാഞ്ജലിരകമ്പനഃ ഭയാത് സന്ദിഗ്ധയാ വാച രാവണം യാചതേ അഭയം. ആ സമയത്ത് തഥാ അപ്രകാരം ക്രുദ്ധനായിരിക്കുന്ന ദശഗ്രീവനെ നോക്കി അകമ്പനഃ കൃതാഞ്ജലി, അകമ്പനൻ അഞ്ജലി കൂപ്പിയവനായിട്ട് ദശഗ്രീവനോട്, രാവണനോട് ഭയാത് സന്ദിഗ്ധയാ വാച, ഭയം കൊണ്ട് ഇടറുന്ന ഗദ്ഗതമായ കണ്ഠത്തോടുകൂടെ കൃതാഞ്ജലി അഭയം യാചത, തൊഴുകയോടുകൂടി രാവണനോട് അഭയത്തെ യാചിച്ചു. എനിക്ക് അഭയം തരണേ എന്ന മട്ടില് അകമ്പനൻ രാവണനോട് അഭ്യർത്ഥിച്ചു. ദശഗ്രീവോഭയം തസ്മൈ പ്രദദൗ രക്ഷസാംബരഃ സവിസ്രബ്ദോബ്രവീത് വാക്യം അസന്ദിഗ്ധം അകമ്പനഃ. രക്ഷസാംബരഃ ദശഗ്രീവഃ തസ്മൈ അഭയം പ്രദദൗ. രാക്ഷസവീരനായ ആ രാവണനാകട്ടെ അകമ്പനന് അഭയം കൊടുത്തു. എന്നിട്ടോ സഹ അകമ്പനഃ വിസ്രബ്ദഃ വാക്യം അസന്ദിഗ്ധം അബ്രവീത്. അങ്ങനെ ആ അകമ്പനൻ സംശയരഹിതനായി, ഭയരഹിതനായി, ആശ്വാസമായി രാവണൻ അഭയം കൊടുത്തു കഴിഞ്ഞപ്പോ അങ്ങനെ അസന്ദിഗ്ധം എന്ന് വെച്ചാൽ സ്പഷ്ടമായിട്ട്, സന്ദേഹം കൂടാതെ സംശയരഹിതമായിട്ട് സ്പഷ്ടമായിട്ടുള്ള വാക്യത്തെ അബ്രവീത് നന്നായി പറഞ്ഞു. പുത്രോ ദശരഥസ്യാസ്തി സിംഹസംഹനനോ യുവാ
രാമോ നാമ വൃഷസ്കന്ധോ വൃത്തായത മഹാഭുജഃ ശ്യാമഃ പൃഥുയശാ ശ്രീമാൻ അതുല്യബലവിക്രമഃ ഹതം തേന ജനസ്ഥാനം ഗരശ്ച സഹദൂഷണഃ. അകമ്പനൻ രാമനെ കുറിച്ച് പരിചയപ്പെടുത്തി പറയുകയാണ് രാവണനോട്. സിംഹസംഹനനഃ യുവാ വൃഷസ്കന്ധഃ വൃത്തായത മഹാഭുജഃ ശ്യാമഃ പൃഥുയശാഃ ശ്രീമാൻ അതുല്യബലവിക്രമഃ ദശരഥസ്യ പുത്രഃ രാമഃ നാമ അസ്തി. രാമൻ എന്ന പേരൊരാളുണ്ട് എന്നേ പറയണ്ടു. ദശരഥപുത്രനായ രാമൻ എന്ന പേരുള്ള ഒരാളുണ്ട്. പക്ഷേ ആ രാമന്റെ ആ ശരീരത്തെ, അദ്ദേഹത്തിന്റെ വീര്യത്തെ എല്ലാം വർണ്ണിക്കുകയാണ്. സിംഹസംഹനനഃ, സിംഹത്തെ പോലെ പരാക്രമം ബലം എല്ലാം ഉള്ളവനും, യുവാവും വൃഷസ്കന്ധഃ, കാളയെ പോലെ വലിയ ചുമലുകൾ തോളുകളുള്ളവനും, വൃത്തായത മഹാഭുജഃ, ഉരുണ്ട് നീണ്ട കൈകളോട് കൂടിയവനും, ശ്യാമഃ ശ്യാമള നിറമുള്ളവനും, പൃഥുയശാഃ വലിയ കീർത്തിശാലിയും, ശ്രീമാനും അതുല്യബലവിക്രമഃ തുലനമില്ലാത്ത ബലപരാക്രമങ്ങളുള്ളവനും, ദശരഥസ്യ പുത്രഃ രാമഃ നാമ അസ്തി. ദശരഥന്റെ പുത്രനുമായിട്ട് രാമൻ എന്ന് പേരുള്ള ഒരാളുണ്ട്. തേന ജനസ്ഥാനം ഹതം, അവനാലാണ് നമ്മുടെ ജനസ്ഥാനം നശിപ്പിക്കപ്പെട്ടത്. സഹദൂഷണഃ ഗരഃ ച, ദൂഷണനോടും ഗരനും കൊല്ലപ്പെട്ടു. അപ്പൊ അങ്ങയുടെ സഹോദരന്മാർ അല്ലെങ്കിൽ അങ്ങയുടെ സഹോദരനിൽ പ്രമുഖനായ ഖരനെ ദൂഷണൻ എന്ന സേനാനായകനോടുകൂടി അവൻ കൊന്നിരിക്കുന്നു. അകമ്പനവചശ്രുത്വാ രാവണോ രാക്ഷസാധിപഃ നാഗേന്ദ്ര ഇവ നിശ്വസ്യ ഇദം വചനമബ്രവീത്. ആ രാക്ഷസാധിപനായ രാവണൻ അകമ്പനവചഃ ശ്രുത്വ, ഈ അകമ്പനന്റെ ഈ വാക്യം കേട്ടിട്ട് നാഗേന്ദ്ര ഇവ നിശ്വസ്യ, ഒരു വലിയ മഹാസർപ്പം എങ്ങനെ ചീറ്റുമോ ശ്വസിക്കുമോ അതുപോലെ ചീറ്റിക്കൊണ്ട് ഷൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതം വചനമബ്രവീതി, വാക്കിനെ പറഞ്ഞു. സസുരേന്ദ്രേണ സംയുക്തോ രാമഃ സർവാമരൈ സഹ ഉപയാതോ ജനസ്ഥാനം ബ്രൂഹി കച്ചിത് അകമ്പന. രാവണൻ തിരിച്ചു ചോദിക്കണം അകമ്പനോട്, ഹേ അകമ്പന, സഹ രാമഃ സർവ അമരൈ സഹ സുരേന്ദ്രേണ സംയുക്തഃ ജനസ്ഥാനം ഉപയാതഃ കച്ചിത് ബ്രൂഹി. ബ്രൂഹി എന്ന് പറഞ്ഞാൽ പറയൂ, എന്താ പറയേണ്ടത്? ആ രാമൻ സർവദേവന്മാരോടും കൂടി ഇന്ദ്രനോടും കൂടിയാണോ നമ്മുടെ ജനസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്? പറയൂ. എന്നുവെച്ചാൽ രാമൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒറ്റയ്ക്ക് കരണിയും രാക്ഷസന്മാരെയൊന്നും വധിക്കാൻ കഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാർക്കുണ്ട്, രാവണനുണ്ട്. അതുകൊണ്ട് രാമൻ ഒറ്റയ്ക്കായിരിക്കില്ല, ദേവന്മാരുടെയൊക്കെ സഹായം ഉണ്ടാവും. അപ്പൊ ആ ദേവന്മാരാണ് ഇതിന്റെ പുറകിൽ, അവർക്ക് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ ആദ്യം വെക്കും. രാമൻ ചെയ്തതിന് ആദ്യം മനസ്സിൽ ശത്രുത വളരുക ദേവന്മാരോടാണ്. അവര് കൂട്ടിയിട്ട് വന്നതാണ് ഉറപ്പ്. ഇന്ദ്രൻ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ദേവന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരാണ് ഇതിന്റെ പുറകിൽ. അപ്പൊ അങ്ങനെയാണോ വന്നത്? പറയൂ. രാവണസ്യ പുനർവാക്യം നിശമ്യ തദകമ്പനഃ ആചചക്ഷേ ബലം തസ്യ വിക്രമം ച മഹാത്മനഃ. അകമ്പനഃ രാവണസ്യ തദ്വാക്യം നിശമ്യ, ആ അകമ്പനൻ രാവണന്റെ ഈ വാക്ക് കേട്ട് തസ്യ മഹാത്മനഃ ബലം വിക്രമം പുനഃ ആചചക്ഷേ, ആ മഹാത്മാവായ രാമന്റെ ബലത്തെക്കുറിച്ചും പരാക്രമത്തെക്കുറിച്ചും വീണ്ടും ഇപ്രകാരം അറിയിച്ചു. എന്താ? രാമൻ ദേവന്മാരുടെ സഹായമൊന്നും ഇല്ലാതെ തന്നെയാ വന്നിരിക്കുന്നത്. അപ്പൊ രാമോ നാമ മഹാതേജാഃ ശ്രേഷ്ഠഃ സർവധനുഷ്മതാം ദിവ്യാസ്ത്രഗുണസമ്പന്നഃ പുരന്ദരസമോ യുധി. രാമഃ നാമ മഹാതേജാഃ സർവധനുഷ്മതാം ശ്രേഷ്ഠഃ, രാമൻ എന്നു പേരുള്ള മഹാ തേജസ്വി ബലവാനായിട്ടുള്ളവൻ, എല്ലാ വില്ലാളി വൈരന്മാരിലും വെച്ച് ശ്രേഷ്ഠനാണവൻ. ദിവ്യാസ്ത്ര ഗുണസമ്പന്ന, ദിവ്യങ്ങളായ അസ്ത്രങ്ങളുടെ ഗുണങ്ങൾ കൊണ്ട് സമ്പന്നനാണവൻ. യുധി പുരന്ദര സമഃ, യുദ്ധത്തിൽ അവൻ ഇന്ദ്രന് തുല്യൻ തന്നെയാണ്. തസ്യാനുരൂപോ ബലവാൻ രക്താക്ഷോ ദുന്ദുവിസ്വനഃ കനീയാൻ ലക്ഷ്മണോ നാമ ഭ്രാതാ ശശിനിപാനനഃ. ഇനി രാമന്റെ കൂടെ ആരാ ഉള്ളത്?
തസ്യ കനീയാൻ പ്രാത ലക്ഷ്മണഃ നാമ അനുരൂപഃ ബലവാൻ. ആ രാമന് കനീയാൻ എന്ന് പറഞ്ഞാൽ താഴെയുള്ളവനായിട്ട്, യവീയാനായിട്ട്, യങ്ങറായിട്ട് ലക്ഷ്മണൻ എന്നൊരു സഹോദരൻ അനുരൂപനായിട്ട് ബലവാനായിട്ടുള്ളവനാണ്. രക്താക്ഷഃ ചുവന്ന കണ്ണുകളുള്ളവനാണ്. ദുന്ദുബിസ്വനഃ ദുന്ദുബി എന്ന വാദ്യത്തിന്റെ ഘോഷം പോലെയുള്ള ശബ്ദമാണ് ലക്ഷ്മണന്റെ. ശശിനിഭ ആനനഃ ചന്ദ്രനെ പോലെയുള്ള മുഖമുള്ളവനാണ് ആ ലക്ഷ്മണൻ. സതേന സഹ സംയുക്തഃ പാവകേനാനിലേന അനിലോ യദാ ശ്രീമാൻ രാജവരസ്തേന ജനസ്ഥാനം നിപാതിതം. തേന സഹ പാവകേന അനിലഃ യദാ സഹ ശ്രീമാൻ രാജവരഃ സംയുക്തഃ തേന ജനസ്ഥാനം നിപാതിതം. അപ്പോ അവനോടുകൂടി അഗ്നിയോട് കാറ്റെന്ന പോലെ രണ്ടുപേരും ശക്തന്മാരാണ്, അല്ലെ? അഗ്നിയും കാറ്റും പോലെ രാമലക്ഷ്മണന്മാർ. ആ സഹ ശ്രീമാൻ, ആ ശ്രീമാനായ രാജവരഃ രാജവര്യനായ ആ രാമൻ സംയുക്തഃ രണ്ടുപേരും ചേർന്ന് തേന ജനസ്ഥാനം നിപാതിതം അവനാലാണ് ഈ ജനസ്ഥാനം നശിപ്പിക്കപ്പെട്ടത്. രാമനാലാണ് ജനസ്ഥാനം നശിപ്പിക്കപ്പെട്ടത്. നൈവ ദേവാ മഹാത്മാനോ നാത്ര കാര്യ വിചാരണ. മഹാത്മാനഃ ദേവാഹ നൈവ. വലിയ ശക്തന്മാരായിട്ടുള്ള ദേവന്മാരൊന്നും അവിടെ ഇല്ല, അവരൊന്നും വന്നിട്ടില്ല. അത്ര വിചാരണ ന കാര്യ. ഇതിനെപ്പറ്റി ഇനിയും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ആവശ്യമില്ല. ഞാൻ നേരിൽ കണ്ട ആള് പറയണം. രാമനും ലക്ഷ്മണനും മാത്രമേ അവിടെ ഉള്ളൂ. അതിൽ രാമൻ ഏകനായിട്ടാണ് ഇത്രയും രാക്ഷസന്മാരെ മുഴുവൻ വധിച്ചത്. ഒരു സംശയവും വേണ്ട, ഒരു ദേവന്മാരും അവിടെ വന്ന് സഹായിച്ചിട്ടില്ല. ശരാരാമേണ തൂൽസൃഷ്ട രുക്മപുംഗാഃ പദത്രിണഃ സർപ്പാ പഞ്ചാനനാ ഭൂത്വാ ഭക്ഷയന്തി സ്മ രാക്ഷസാൻ. രാമേണ ഉത്സൃഷ്ട രുക്മപുംഗ പദത്രിണഃ ശരാഃ. രാമനാൽ പ്രയോഗിക്കപ്പെടുന്നതായിട്ടുള്ള പൊന്നുകൊണ്ട് വളയങ്ങൾ കെട്ടിയിട്ടുള്ള നല്ല തൂവലുകൾ വാലായിട്ടുള്ളതായിട്ടുള്ള ബാണങ്ങൾ പഞ്ചാനനാഹ സർപ്പാഹ ഭൂത്വ രാക്ഷസാൻ ഭക്ഷയന്തി സ്മ. 5 തലയുള്ള സർപ്പങ്ങളായി ഭവിച്ച് രാക്ഷസന്മാരെയൊക്കെ ഭക്ഷിച്ചു കളഞ്ഞ പോലെ തോന്നുന്നു. യേന യേന ച ഗച്ഛന്തി രാക്ഷസാ ഭയകർഷിതാഃ തേന തേന സ്മ പശ്യന്തി രാമമേവാഗ്രതസ്ഥിതം ഇത്തം വിനാശിതം തേന ജനസ്ഥാനം തവാനഘ. രാക്ഷസാ ഭയകർഷിതാഃ യേന യേന ഗച്ഛന്തി. രാക്ഷസന്മാര് ഭയം കൊണ്ട് പീഡിതരായി ഏതേത് വഴിക്ക് ചെന്നാലും തേന തേന രാമമേവ അഗ്രതഃ സ്ഥിതം പശ്യന്തി സ്മ. ആ വഴിക്കൊക്കെ, ഏത് വഴിക്ക് പോയാലും ആ വഴിയിലൊക്കെ ആ രാമൻ മുമ്പിൽ നിൽക്കുന്നതായിട്ട് അവര് കാണുന്നു. അനഘ അല്ലയോ അകമ്പനൻ രാവണനെ നോക്കി പറയണം, അല്ലയോ അനഘ, തവ ജനസ്ഥാനം തേന യുദ്ധം വിനാശിതം. അങ്ങയുടെ ആ ജനസ്ഥാനം ഈ രാമനാലാണ് ഇപ്രകാരം നശിപ്പിക്കപ്പെട്ടത്. അകമ്പനവച ശ്രുത്വാ രാവണോ വാക്യമബ്രവീത് ഗമിഷ്യാമി ജനസ്ഥാനം രാമം ഹന്തും സലക്ഷ്മണം. രാവണഃ അകമ്പനവചഃ ശ്രുത്വാ വാക്യമബ്രവീത്. ആ രാവണൻ ഈ അകമ്പനന്റെ വാക്കുകൾ കേട്ട് ഉടനെ അവന് മറുപടിയായി പ്രകാരം പറഞ്ഞു, സലക്ഷ്മണം രാമം ഹന്തും ജനസ്ഥാനം ഗമിഷ്യാമി. ലക്ഷ്മണനോടുകൂടി രാമനെ കൊല്ലാനായിക്കൊണ്ട് ഞാനിതാ ജനസ്ഥാനത്തേക്ക് പോകുന്നു. അതൈവ മുക്തേ വചനെ പ്രോവാചേതമകമ്പനഃ ശൃണുരാജൻ യഥാ വൃത്തം രാമസ്യ ബലപൗരുഷം. അകമ്പനഃ ഏവം വചനേ ഉക്തേ അത ഇതം പ്രോവാച. ആ അകമ്പനൻ രാവണൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ അകമ്പനൻ വീണ്ടും രാവണനോട് പറയണ, ഹേ രാജൻ, രാമസ്യ ബലപൗരുഷം യഥാവൃത്തം ശൃണു. രാമന്റെ ബലവും പൗരുഷത്തെക്കുറിച്ചും എപ്രകാരമുണ്ടോ അപ്രകാരം കേട്ടാലും അത് അറിഞ്ഞിട്ട് വേണം അങ്ങ് പോണോ പോട്ടെ എന്ന് തീരുമാനിക്കാൻ, അല്ലേ? ചാടി പുറപ്പെട്ടു പോകണ്ട. അസാധ്യഃ കുപിതോ രാമോ വിക്രമേണ മഹായശാഃ ആപകായാസു പൂർണ്ണായ
വേഗം പരിഹരേ ശരൈഹി. ആ കുപിതഃ രാമഃ വിക്രമേണ അസാധ്യഃ. ആ ക്രുദ്ധനായ രാമൻ ആർക്കും പരാക്രമം കൊണ്ട് സാധിക്കാൻ അഥവാ ജയിക്കാൻ കഴിയുന്നവനല്ല, അസാധ്യനാണവൻ. മഹായശാഹ, അതിയശസ്വിയാണവൻ, വിഖ്യാതനാണ് അദ്ദേഹം. സുപൂർണായ ആപകായ വേഗം ശരൈഹി പരിഹരേത്. നല്ലതുപോലെ ആർത്തലച്ചൊഴുകുന്ന നിറഞ്ഞിരിക്കുന്ന നദിയുടെ ശക്തിയെ അവൻ അസ്ത്രങ്ങളെ കൊണ്ട് തടയും. പാഞ്ഞു വരുന്ന നദിക്ക് അസ്ത്രങ്ങളെ കൊണ്ട് അവൻ അണകെട്ടും. അത്ര ശക്തനാണ്. സദാരാഗ്രഹ നക്ഷത്രം നഭശ്ചാപി അവസാദയേത് അസൗ രാമസ്തു മജ്ജന്തീം ശ്രീമാൻ അഭ്യുദ്ധരേൻ മഹീം. ആ ശ്രീമാനായ രാമൻ, അസൗ രാമഃ, ഈ രാമനാകട്ടെ, സദാരാഗ്രഹ നക്ഷത്രം നഭഃ അപി അവസാദയേത്, നക്ഷത്രങ്ങളും താരങ്ങളും എല്ലാം കൂടി ചേർന്നതായിരിക്കുന്ന ആകാശത്തെ തന്നെ നശിപ്പിച്ചു കളയും. മജ്ജന്തീം മഹീം ച അഭ്യുദ്ധരേത്, ജലത്തിൽ മുങ്ങിപ്പോകുന്ന ഭൂമിയെ വേണമെങ്കിൽ അവൻ ഉദ്ധരിച്ചു കൊണ്ടുവരും. ഭിത്വാ വേലാം സമുദ്രസ്യ ലോകാൻ ആപ്ലാവയത് വിഭുഃ വേഗം വാപി സമുദ്രസ്യ വായും വാ വിതമേച്ഛരൈഃ. ആ വിഭുവായ രാമൻ സമുദ്രസ്യ വേലാം ഭിത്വാ ലോകാൻ ആപ്ലവയേത്. രാമൻ സമുദ്രത്തിന്റെ കരകളെ, അതിരുകളെ, വേലകളെ ഭേദിച്ച് ഡാം തുറന്നു വിടും പോലെ സമുദ്രത്തെ ലോകത്തേക്ക് തുറന്നുവിട്ട് എല്ലാ ലോകങ്ങളെയും മുക്കിക്കളഞ്ഞു കളയും. ഇപ്പൊ സമുദ്രങ്ങളെല്ലാം ആ വേലയിൽ തടഞ്ഞു നിൽക്കുകയാണ്, ആ തീരത്ത് നിൽക്കുകയാണ്. ആ തീരങ്ങളെല്ലാം രാമൻ നശിപ്പിച്ച് സമുദ്രജലത്തെ, ലോകങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ ഉപയോഗിക്കും. സമുദ്രസ്യ വേഗം വാ അപി വായും വാ ശരൈഹി വിതമേത്. ആ സമുദ്രത്തിന്റെ വേഗത്തെയോ ശക്തിയെയോ അതുപോലെ വായുവിന്റെ ശക്തിയെയോ ശരങ്ങളെ കൊണ്ടവൻ അടക്കും, ഒതുക്കും. സംഹൃത്യവാ പുനർലോകാൻ വിക്രമേണ മഹായശാഃ ശക്തഃ സ പുരുഷവ്യാഗ്രഃ സ്രഷ്ടും പുനരഭിപ്രജാഃ. മഹായശാഃ പുരുഷവ്യാഗ്രഃ സഹ വാ. ആ യശസ്വിയായ പുരുഷോത്തമനായ രാമനാകട്ടെ വേണമെങ്കിൽ വിക്രമേണ ലോകാൻ സംഹൃത്യ, തന്റെ പരാക്രമം കൊണ്ട് ഈ ലോകങ്ങളെ മുഴുവൻ സംഹരിച്ച് പുനഃ അഭി പുനഃ പ്രജാ സ്രഷ്ടും ശക്തഃ, വീണ്ടും വീണ്ടും വേണമെങ്കിൽ പ്രജകളെ സൃഷ്ടിക്കാൻ, ഈ ലോകത്തെ സൃഷ്ടിക്കാൻ അവൻ ശക്തനാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് പ്രാപ്തിയുള്ളവനാണ് രാമൻ. പറയുന്നതിലൂടെ രാമൻ നാരായണൻ തന്നെ, അല്ലേ, രാമൻ വിഷ്ണു തന്നെ എന്ന് ഉറപ്പിക്കുകയാണ്. നഹി രാമോ ദശഗ്രീവ ശക്യോ ജേതും ത്വയായുധി രക്ഷസാം വാപി ലോകേന സ്വർഗഃ പാപജനൈരിവ. ഹേ ദശഗ്രീവ രാവണ, പാപജനൈഃ സ്വർഗഃ ഇവ യുധി ത്വയാ രക്ഷസാം ലോകേന അപി വാ രാമഃ ജേതും ന ശക്യഃ ഹി. അല്ലയോ രാവണ, പാപജനങ്ങൾക്ക് എങ്ങനെ സ്വർഗം പ്രാപിക്കാൻ പറ്റില്ലയോ? പാപികൾക്ക് പാപം ചെയ്താൽ ഉള്ളത് നരകമാണ്, സ്വർഗമല്ല. അപ്പൊ പാപികൾക്ക് സ്വർഗം പ്രാപിക്കാൻ കഴിയാത്തതുപോലെ യുദ്ധത്തിൽ ത്വയാ രക്ഷസാം ലോകേന അഭിവ, നീ മാത്രമല്ല ഈ രാക്ഷസ സമൂഹം മുഴുവൻ നിന്റെ കൂടെ കൂട്ടിക്കോ, എന്നാലും അഭിവ രാമഃ ജേതും ന ശക്യഃ, രാമൻ ജയിക്കപ്പെടുവാൻ നിന്നാൽ ശക്തനല്ല. രാമനെ ജയിക്കാനുള്ള ശേഷി മുഴുവൻ രാക്ഷസ പടയോടും കൂടി നീ ചെന്നാലും സാധിക്കുകയില്ല. നതം വദ്യമഹം മന്യേ സർവൈർദേവാസുരൈരപി അയം തസ്യ വധോപായഃ തം മമൈകമനാ ശൃണു. ദേവാസുരൈഃ സർവൈഃ അപി തം വദ്യം ന ഇതി അഹം മന്യേ. ദേവന്മാരാലോ അസുരന്മാരാലോ എല്ലാവരും കൂടിച്ചെന്നാലും ആ രാമനെ വധിക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് ഞാൻ കരുതുന്നു, എനിക്ക് ഉറപ്പ്. തസ്യ വധോപായഃ അയം,
തം മമ ഏകമനാ ശൃണു. അവനെ വധിക്കാൻ ഒരേ ഒരു വഴിയുള്ളത് ഈ വഴിയാണ്, അത് എന്നോട് ശ്രദ്ധയോടുകൂടി കേൾക്കൂ, ഏകാഗ്രതയോടെ കേൾക്കൂ. അപ്പൊ അവനെ വധിക്കാൻ ഒറ്റ വഴിയുള്ളൂ എന്ന് സസ്പെൻസിൽ നിർത്തി. എന്നിട്ട് അത് നീ വേണമെങ്കിൽ എന്നോട് ശ്രദ്ധയോടുകൂടി കേൾക്കൂ ഇങ്ങനെ പറഞ്ഞു. ഭാര്യ തസ്യോത്തമാലോകെ സീതാ നാമ സുമധ്യമാ ശ്യാമാ സമവിഭക്താംഗി സ്ത്രീരത്നം രത്നഭൂഷിത. നീ രാമന്റെ ഐശ്വര്യമായ സീതയെ കുറിച്ച് വർണ്ണിക്കുകയാണ് അകമ്പനൻ. തസ്യ ഭാര്യ ലോകേ ഉത്തമാ സീതാ നാമ സുമധ്യമാ ശ്യാമാ. അപ്പൊ അവന്റെ ഭാര്യ ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ശ്രേഷ്ഠ സ്ത്രീരത്നം എന്ന് തന്നെ പറയുന്നുണ്ട്. സീതാനാമ, സീത എന്ന പേരുള്ള സുമധ്യമാ, നല്ല അരക്കെട്ട് അഥവാ ചെറിയ ഒതുങ്ങിയ ഉദരത്തോടു കൂടിയവൾ. ശ്യാമ, നല്ല യുവതിയാണവൾ. സമവിഭക്താംഗി, അവളുടെ ശരീര അവയവങ്ങൾ രണ്ടു വശവും സമവിഭക്തം, സിമെട്രിക്കൽ എന്നർത്ഥം. ഏറ്റക്കുറച്ചിലൊന്നും ഇല്ല. കണ്ണുകൾക്ക് തമ്മിൽ കോങ്കണ്ണില്ല. കാതുകൾ രണ്ടും ഒരേപോലെ വലിപ്പവും ഒരേ ആകൃതിയും അല്ലെ. മൂക്കിന്റെ തുളകൾ തമ്മിൽ വ്യത്യാസമില്ല, ഏറി ഇറങ്ങിയിരിക്കുന്നില്ല. കൈകൾക്ക് വ്യത്യാസമില്ല, സ്തനങ്ങൾക്ക് വ്യത്യാസമില്ല, കാലുകൾക്ക് വ്യത്യാസമില്ല. അങ്ങനെ ശരീര അവയവങ്ങൾ രണ്ടും ഒരേപോലെ ഇടതും വലതും. അങ്ങനെയുള്ള എന്താ പറയാ സമവിഭക്താംഗി സ്ത്രീരത്നം രത്നഭൂഷിത. അവൾ സ്ത്രീരത്നമാണ്, അവൾ രത്നങ്ങൾ അലങ്കരിച്ചവളാണ്. നൈവ ദേവി ന ഗന്ധർവി നാപ്സരാനാപി ദാനവി തുല്യാ സീമന്തിനി തസ്യ മാനുഷീഷു കുതോ ഭവേത്. തസ്യാഹ തുല്യാ സീമന്തനി ദേവീയേവന ഗന്ധർവീന അപ്സരാന ദാനവീയപിന മാനുഷീഷു കുതഃ ഭവേത്. അപ്പൊ അവൾക്ക് തുല്യയായിട്ട് സീമന്തിനിയായിട്ട്, സീമന്തിനി എന്ന് പറഞ്ഞാല് നാരീരത്നം, സ്ത്രീരത്നം, ഒരു സ്ത്രീരത്നമായിട്ട്, ഒരു ദേവി എന്ന് പറഞ്ഞാൽ ദേവസ്ത്രീ, ഗന്ധർവി എന്ന് പറഞ്ഞാൽ ഗന്ധർവ സ്ത്രീ, അപ്സര എന്ന് പറഞ്ഞാൽ അപ്സര സ്ത്രീ, ദാനവി എന്ന് പറഞ്ഞാൽ അസുര സ്ത്രീ. അങ്ങനെയുള്ളവരാരും തന്നെ അവൾക്ക് തുല്യയായിട്ട് ഈ ലോകത്തില് ഇല്ല. പിന്നെയാണോ മനുഷ്യന്മാര്? അപ്പൊ മനുഷ്യ സ്ത്രീകളിൽ അവൾക്ക് തുല്യയായിട്ടും ആരുമില്ല എന്ന് പറയേണ്ട കാര്യമില്ല. മുകളിലുള്ള ആളുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ താഴെയുള്ള മനുഷ്യ സ്ത്രീയും ഇല്ല എന്നർത്ഥം. തസ്യാബഹര ഭാര്യാം ത്വം പ്രമഥ്യതു മഹാവനെ സീതയാ രഹിതകാമി രാമോ ഹാസ്യതി ജീവിതം. ത്വം തസ്യ ഭാര്യാം മഹാവനെ പ്രമഥ്യ അപഹര. നീയ ഒരു കാര്യം ചെയ്യ്, അവന്റെ ഭാര്യയെ, രാമന്റെ ഭാര്യയെ ആ കൊടുങ്കാട്ടിൽ പ്രമഥ്യ, എങ്ങനെയെങ്കിലും അവരെ തമ്മിൽ വേർപെടുത്തിയിട്ട് അകറ്റിയിട്ട് അപഹര, നീ അവളെ അപഹരിച്ചു കൊണ്ടുവരൂ. രാമഃ കാമീതു സീതയാരഹിത ജീവിതം ഹാസ്യതി. രാമൻ സീതയോട് ഒരുപാട് സ്നേഹമുള്ളവനാണ്, കാമിയാണ്. അതുകൊണ്ട് തന്നെ സീത നഷ്ടപ്പെട്ടാൽ സീതയെ കൂടാത്ത ആ രാമന് ജീവിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ ജീവനെ ഉപേക്ഷിക്കും. അങ്ങനെ രാമൻ സ്വയം ജീവൻ ഉപേക്ഷിക്കല്ല, നിനക്ക് രാമനെ കൊല്ലാൻ കഴിയുകയില്ല. അതിന് ഇതേ വഴിയുള്ളൂ, സീതയെ അപഹരിച്ചു കൊണ്ടുവരിക. അരോചയത തദ്വാക്യം രാവണോ രാക്ഷസാധിപഃ ചിന്തയിത്വാ മഹാബാഹുഃ അകമ്പനമുവാചഃ. ആ രാക്ഷസാധിപഃ രാവണഃ തദ്വാക്യം അരോചയത. ആ രാവണന് ഈ അകമ്പനന്റെ ഈ വാക്യം അരോചയത എന്ന് പറഞ്ഞാൽ രുചിച്ചു എന്നാണ് അർത്ഥം. പാസ്റ്റ് ടെൻസിലൊക്കെ ആ എന്ന് പ്രിഫിക്സ് മുമ്പിൽ ഉണ്ടാവും. പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കാനാണ്. അവന് രുചിച്ചു, രുചിയുണ്ടായി, താല്പര്യപ്പെട്ടു, സന്തോഷമായി എന്നർത്ഥം. അപ്പോ മഹാബാഹു ചിന്തയിത്വ അകമ്പനം ഉവാച. ആ വലിയ കൈകളുള്ള ശക്തനായ രാവണൻ ഒന്ന് നല്ലോണം ആലോചിച്ചിട്ട് അകമ്പനോട് ഇങ്ങനെ പറഞ്ഞു. ബാഡം കാല്യം ഗമിഷ്യാമി ഹേകഃ സാരദിനാസഃ ആനയിഷ്യാമി വൈദേഹീം ഇമാം ഹൃഷ്ടോ മഹാപുരീം. ബാഡം, നീ പറഞ്ഞത് സത്യം, ശരി തന്നെയാണ്. എന്തെന്നാൽ
ഹൃഷ്ടഃ കാല്യം സാരഥിനാ സഹ ഏകഃ ഗമിഷ്യാമി. അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷത്തോടു കൂടിയവനായി, കാല്യം എന്ന് പറഞ്ഞാൽ നാളെ കാലത്ത് സമയമാകുമ്പോൾ രാവിലെ നേരത്തെ, സാരഥിനാ സഹ ഏകഃ ഗമിഷ്യാമി, സാരഥിയോടുകൂടി ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഇമാം മഹാപുരിയും വൈദേഹീം ആനയിഷ്യാമി, ഈ മഹാപുരിയിലേക്ക് വൈദേഹിയെ ഞാൻ കൊണ്ടുവരും. അഥൈവ മുക്ത്വാ പ്രയയൗ ഖരയുക്തേന രാവണഃ രഥേനാദിത്യവർണേന ദിശഃ സർവാ പ്രകാശയന്. രാവണഃ ഏവ മുക്ത്വാ, രാവണൻ ഇപ്രകാരം പറഞ്ഞ്, ഖരയുക്തേന ആദിത്യവർണേന രഥേന, രാവണന്റെ രഥത്തിൽ പൂട്ടിയിരിക്കുന്നത് ഖരങ്ങൾ. ഖരങ്ങൾ എന്നാൽ കുതിരകളല്ല, കോവർ കഴുതകൾ അല്ലെങ്കിൽ കഴുതകൾ. അപ്പൊ കഴുതകളെ പൂട്ടിയതായിട്ടുള്ള സൂര്യപ്രകാശമുള്ളതായിട്ടുള്ള രഥം കൊണ്ട് സർവാ ദിശ പ്രകാശയന്, എല്ലാ ദിക്കുകളെയും ജ്വലിപ്പിച്ചുകൊണ്ട് അത് പ്രയയൗ, രാവണൻ യാത്രയായി അല്ലെങ്കിൽ പ്രയാണം ചെയ്തു. സരദോ രാക്ഷസേന്ദ്രസ്യ നക്ഷത്ര പതകോ മഹാൻ സഞ്ചാര്യമാണ ശുശുഭേ ജലധേ ചന്ദ്രമായിവ. രാക്ഷസേന്ദ്രസ്യ മഹാൻ നക്ഷത്ര പതക സഹരഥ, ആ രാക്ഷസേന്ദ്രനായ രാവണന്റെ ആ രഥം നക്ഷത്ര പതക, നക്ഷത്രത്തിന്റെ പന്ഥാവിലൂടെ ഗമിക്കുന്നത് എന്ന് വെച്ചാലോ ആകാശത്തൂടെ സഞ്ചരിക്കുന്നത്. ആ രഥം ജലതേ സഞ്ചാര്യമാണ ചന്ദ്രമായിവ ശുശുഭേ, മേഘത്തിന്റെ ഇടയിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ മേഘത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ചന്ദ്രനെ പോലെ ആ രഥം കാണപ്പെട്ടു, തോന്നി, ശോഭിച്ചു എന്നർത്ഥം. സമാരീജാശ്രമം പ്രാപ്യ താടകേയം ഉപാഗമത് മാരീചേനാർച്ചിതോ രാജ ഭക്ഷ്യഭോജ്യൈർ അമാനുഷൈഃ. സഹ മാരീജാശ്രമം പ്രാപ്യ, ആ രാത്രിയിൽ തന്നെ രാവണൻ മാരീജന്റെ ആശ്രമത്തിലേക്ക് പ്രാപിച്ചു. താടകേയം ഉപാഗമത്, ഈ മാരീജൻ താടകയുടെ പുത്രനാണ്. അതുകൊണ്ട് താടകേയൻ എന്ന് അദ്ദേഹത്തെ തന്നെയാ പറയുന്നത്. താടകേയനായ മാരീജന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ടോ രാജാ മാരീചേന അമാനുഷൈഹി ഭക്ഷ്യഭോജൈഹി അർച്ചിതഃ, ആ രാക്ഷസാധിപൻ രാവണൻ മാരീചനാൽ നല്ല മനുഷ്യന്മാർക്ക് ദുർലഭമായിട്ടുള്ള വിശിഷ്ട ആഹാരാദികളെ കൊണ്ട് ഉപചരിക്കപ്പെട്ടു, സൽക്കരിക്കപ്പെട്ടു. തം സ്വയാ പൂജയിത്വാ തു ആസനേനോദകേന ച അർത്ഥോപഹിതയാ വാച മാരീചോ വാക്യമബ്രവീത്. മാരീചഃ സ്വയം തു തം ആസനേന ഉദകേന പൂജയിത്വാ, മാരീചൻ നേരിട്ട് തന്നെ അതിഥിയായി വന്ന രാവണനെ ആസനം കൊടുത്തും വെള്ളമൊഴിച്ചും ഒക്കെ സൽക്കരിച്ചു, പൂജിച്ചു. അർത്ഥോപഹിതയാ വാച വാക്യമബ്രവീത്, അർത്ഥം നിറഞ്ഞിരിക്കുന്ന അർത്ഥഗർഭമായ വാക്കുകളെ കൊണ്ട് രാവണനോട് ഇങ്ങനെ വാക്കുകളെ പറഞ്ഞു മാരീചൻ. കച്ചിത് സുകുശലം രാജൻ ലോകാനാം രാക്ഷസേശ്വര ആശങ്കേ നാദജാനേ ത്വം യതസ്തൂർണമിഹാഗതഃ. ഹേ രാക്ഷസേശ്വര രാജൻ, ലോകാനാം സുകുശലം കച്ചിത്, അല്ലയോ രാക്ഷസേശ്വരനായ രാജാവേ, ലോകത്തിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ?
അപ്പൊ രാത്രിയിൽ വന്ന രാവണനോട് മാരീച്ചൻ കുശല പ്രശ്നം ചെയ്യാണ്. ലോകങ്ങൾക്കെല്ലാം കുശലം തന്നെയല്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നാഥ ത്വം തൂർണം ഇഹ ആഗതഃ യതഃ ആശങ്കേ. അങ്ങ് ഈ രാത്രിയിൽ ധൃതിപ്പെട്ട്, ഇവിടെ തൂർണമെന്നാൽ വേഗത്തിൽ, അപ്പൊ അങ്ങ് ബന്ധപ്പെട്ട് ഇവിടേക്ക് വന്നിരിക്കണു. ഈ നേരത്ത് വരാൻ എന്താ കാരണം? അതുകൊണ്ട് ഞാൻ ആശങ്കിക്കുന്നു. എന്താ കാര്യമെന്ന് അറിയുന്നില്ല ജാനേ, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു, ചോദിക്കുകയാണ്, പറയൂ. ഏവമുക്തോ മഹാതേജാ മാരീചേന സ രാവണഃ തതഃ പശ്ചാദിതം വാക്യമബ്രവീത് വാക്യകോവിദഃ. മാരീചേന ഏവമുക്തഃ മഹാതേജാ വാക്യകോവിദഃ സഹ രാവണഃ. മാരീചനാൽ ഇപ്രകാരം പറയപ്പെട്ട ആ മഹാതേജസ്വിയായ വാഗ്വിദഗ്ധനായ രാവണൻ ഇപ്രകാരം പറയുകയാണ്. തതഃ പശ്ചാദിതം വാക്യം അബ്രവീത്. അനന്തരം ഈ വാക്യത്തെ പറഞ്ഞു. ആരക്ഷോ മേഹതസ്താദ് രാമേണാക്ലിഷ്ടകർമ്മണ ജനസ്ഥാനമവധ്യം തത് സർവം യുതി നിപാതിതം തസ്യ മേ കുരു സാചിവ്യം തസ്യ ഭാര്യാപഹാരണേ. തദാ രാമേണ മേ ആരക്ഷഃ അക്ലിഷ്ടകർമ്മണ ഹതഃ. അല്ലയോ പ്രിയപ്പെട്ടവനെ, മഹാശയനായ മാരീച്ച, രാമേണ മേ ആരക്ഷഃ, രാമനാൽ എന്റെ രക്ഷസിന്റെ സമൂഹം മുഴുവൻ, സൈന്യം മുഴുവൻ, അക്ലിഷ്ടകർമ്മണ ഹതഃ, ക്ലേശമില്ലാതെ കർമ്മം ചെയ്യുന്നവനായ രാമനാൽ കൊല്ലപ്പെട്ടു. അവദ്യം തജ്ജനസ്ഥാനം സർവം യുധി നിപാതിതം, ആരാലും നശിപ്പിക്കാൻ പറ്റാതിരുന്ന, അഴിയാതെ കിടന്നിരുന്ന അതിമനോഹരമായിരുന്ന നമ്മുടെ ജനസ്ഥാനം എന്ന ദേശം മുഴുവനും പോരിൽ നശിപ്പിക്കപ്പെട്ടു, പാഴാക്കപ്പെട്ടു. തസ്യ ഭാര്യാപഹാരണേ തസ്യ മേ സാജീവ്യം കുരു. അപ്പോ അവന്റെ, അതിന് കാരണക്കാരനായ രാമന്റെ ഭാര്യയെ അപഹരിക്കുന്ന കാര്യത്തിൽ നീ എനിക്ക് സഹായം ചെയ്യണം. സാജീവ്യം കുരു, സജീവതയെ ചെയ്താലും. സജീവൻ എന്നാൽ മന്ത്രി അല്ലെങ്കിൽ സഹായി, ഉപദേഷ്ടാ എന്നൊക്കെ അർത്ഥം. അപ്പൊ നീ എന്റെ കൂട്ടത്തിൽ നിൽക്കണം, എന്നെ സഹായിക്കണം. രാക്ഷസേന്ദ്രവചശ്രുത്വ മാരീചോ വാക്യമബ്രവീത്. ആ രാക്ഷസേന്ദ്രവചഃ ശ്രുത്വ, രാവണന്റെ വാക്കുകൾ കേട്ട് മാരീചഃ വാക്യം അബ്രവീത്, മാരീചൻ താഴെ പറയുന്ന വാക്കുകളെ പറഞ്ഞു. ആഖ്യാതാകേന സാ സീത മിത്രരൂപേണ ശത്രുണ ത്വയാ രാക്ഷസശാർദൂല കോ നന്ദതി നിന്ദിതഃ സീതാം ഇഹാനയസ്വേദി കോ ബ്രവീതി ബ്രവീഹി മേ. അപ്പോ നിനക്ക് ആരാ ഈ ബുദ്ധി ഉപദേശിച്ചത് എന്ന് ചോദിക്കണം. തീർച്ചയായിട്ടും അവൻ നിന്റെ
നാശം ആഗ്രഹിക്കുന്ന നിന്റെ ശത്രുവാണ്. മിത്രമെന്ന വ്യാജേന അവൻ എന്തോ നിനക്ക് ഉപദേശിച്ചിരിക്കുകയാണ്. ഇതാണ് വിഷയം. അപ്പൊ ഹേ രാക്ഷസ ശാർദൂല, അല്ലയോ രാക്ഷസ ശ്രേഷ്ഠനായിരിക്കുന്ന രാവണ, മിത്രരൂപേണ കേന ശത്രുണ, മിത്രവേഷമണിഞ്ഞിരിക്കുന്ന ഏത് ശത്രുവിനാലാണ് സാ സീത ആഖ്യാത, ആ സീതയെ കുറിച്ച് നിന്നോട് പറഞ്ഞത്. ത്വയാ നിന്ദിതഃ കഃ ന നന്ദതി, നിന്നാൽ നിന്ദിക്കപ്പെട്ട ഏതെങ്കിലും ഒരുവൻ സന്തോഷിക്കാതിരിക്കുന്നുണ്ടോ? എന്നുവെച്ചാൽ നീ ഉപദ്രവിച്ച ഒരുവൻ പ്രതികാരം ചെയ്യാനായിട്ട് അവസരം കാത്തിരിക്കുന്നുണ്ടോ എന്നാണ് താല്പര്യം. സീതാമിഹ ആനയസ്വായി കഹ ബ്രവീതി, സീതയെ എവിടേക്ക് കൊണ്ടുവരൂ എന്ന് ആരാണ് അങ്ങയോട് പറഞ്ഞത്? മേ ബ്രവീഹി, എന്നോട് പറയൂ. ആരാണെങ്കിലും അവൻ അങ്ങയുടെ വെൽവിഷർ അല്ല, അങ്ങയുടെ ശത്രു തന്നെയാണ്. മിത്രവേഷത്തിലാണ് അവൻ നിൽക്കുന്നത് എന്ന് മാത്രം. രക്ഷോ ലോകസ്യ സർവസ്യ കശൃംഗം ചേത്തുമിച്ഛതി പ്രോത്സാഹയതി കശ്ചിത്വാം സഹി ശത്രുർ അസംശയഃ. രക്ഷോ ലോകസ്യ സർവസ്യ ശൃംഗം ചേത്തും കഹ ഇച്ഛതി, രാക്ഷസ സമൂഹത്തിന്റെ ലോകത്തിന്റെ മുഴുവൻ ശിരസ്ഥാനീയനായ ശൃംഗസ്ഥാനീയനായ മകുടസ്ഥാനീയനായ അങ്ങയെ നശിപ്പിക്കാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? രാക്ഷസ സമൂഹത്തിന്റെ ശൃംഗത്തെ ഛേദിക്കാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? കശ്ചിത്വാം പ്രോത്സാഹയതി സഹശത്രുഹി അസംശയഃ, ആരോ ഒരുവൻ അങ്ങയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അവൻ സംശയമില്ല, അവൻ അങ്ങയുടെ ശത്രു തന്നെയാണ്. ആശീവിഷമുഖാദംഷ്ട്രാം ഉദ്ധർത്തും ചേച്ചതിത്വയാ കർമ്മണാനേന കേനാസി കാപഥം പ്രതിപാദിതഃ. കേന അനേന കർമ്മണ കാപഥം പ്രതിപാദിതഃ അസി, ഏതൊരുവനാലാണ് ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ട്, കാപഥം എന്ന് പറഞ്ഞാൽ കുൽസിത പദം, തെറ്റായ മാർഗം, ആപൽക്കരമായ മാർഗം എന്നർത്ഥം. അങ്ങേക്ക് ആപത്തുണ്ടാക്കുന്ന പണി പ്രതിപാദിച്ചത് ഉപദേശിച്ചത് ഏതൊരുവനാലാണ്? ത്വയാ ആശീവിഷമുഖാത് ദംഷ്ട്രാമുദ്ധർത്തുമിച്ഛതി, അവൻ എന്താ ഉദ്ദേശിക്കുന്നത്? നല്ല വിഷസർപ്പത്തിന്റെ വായിൽ നിന്ന് അതിന്റെ പല്ലിനെ പിടുങ്ങിയിട്ട് വരാൻ പറയും പോലെയാണ്. വിഷസർപ്പത്തിന്റെ വായിൽ നിന്ന് ആരെങ്കിലും പല്ല് പിടുങ്ങാൻ സാധിക്കുമോ? അതുപോലെയുള്ള പണിയാണ് നിന്നെ കൊണ്ട് അവൻ ചെയ്യിക്കുന്നത്. സുഖസുപ്തസ്യ തേ രാജൻ പ്രഹൃതം കേന മൂർധനി. നമ്മള് പാലക്കാട്ടിലൊരു ചൊല്ലുണ്ട്, ഉണ്ടിരിക്കണ നായർക്ക് വിളി തോന്നി എന്ന് പറഞ്ഞ പോലെ എന്നതുപോലെ ഉറങ്ങിക്കിടന്ന നിന്റെ തലക്കിട്ട് ആരാ അടിച്ചത് എന്നാ ചോദിക്കണത്. നിനക്കിപ്പോ എവിടുന്നാ ഈ വെളിവ്? അതാണ് സുഖസുപ്തസ്യതേ രാജൻ പ്രഹൃതം കേന മൂർധനി. ഹേ രാജാവേ, സുഖസുപ്തസ്യതേ മൂർധനി കേന പ്രഹൃതം, മിണ്ടാതെ സുഖമായി ഉറങ്ങിക്കിടന്നിരുന്ന അങ്ങയുടെ തലയ്ക്ക് ആരോ അടിച്ചു തോന്നൂ രാത്രി. അങ്ങ് ബോധമുള്ളവനായിട്ടാണെന്ന് തോന്നില്ല എനിക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്ന അർത്ഥത്തില്. വിശുദ്ധ വംശാഭിജനാഗ്രഹസ്ഥ തേജോമത സംസ്ഥിതോർവിഷാണഃ ഉദീക്ഷിതും രാവണ നേഹയുക്തഃ സ സംയുഗേ രാഘവഗന്ധഹസ്തി. രാമനെ ഒരു മതയാനയായി കൽപ്പിക്കുകയാണ് ഇവിടെ. രാമൻ എന്ന മതയാനയുടെ അടുത്ത് നീ കളിക്കാൻ ചെന്നാൽ വിവരം അറിയുമെന്ന് പറയാനാ. അതാണ് ഹേ രാവണ വിശുദ്ധ വംശാഭിജനാഗ്രഹസ്ഥ. ഇവിടെ ഹസ്തം തുമ്പിക്കൈയാണ് ആനയ്ക്ക്, ബലമുള്ള തുമ്പിക്കൈ വേണം ആനയ്ക്ക്, അല്ലേ? ഇവിടെ രാമന് എന്താണ് തുമ്പിക്കൈ? നല്ല കുലത്തിലുള്ള ജനനം എന്ന തുമ്പിക്കൈയോടുകൂടിയവൻ. അതാണ് വിശുദ്ധ വംശ അഭിജനം. വിശുദ്ധ വംശത്തിൽ, സൂര്യവംശത്തിൽ സത്യസന്ധന്മാരായ ചക്രവർത്തിമാരുടെ വംശത്തിലുള്ള അഭിജനം എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് ജനിക്കുക. അങ്ങനെയുള്ള ഹസ്തം അഥവാ തുമ്പിക്കൈയോടുകൂടിയ ശ്രേഷ്ഠമായ തുമ്പിക്കൈയോടുകൂടിയതും തേജോ മത പരാക്രമമാകുന്ന മതപ്പാടോടുകൂടിയതും സംസ്ഥിത ദോർവിഷാണഃ തളർച്ചയില്ലാത്ത ചുമലുകളും അല്ലെങ്കിൽ ചുമലുകളാകുന്ന കൊമ്പുകളോടുകൂടിയത്. ആനയ്ക്ക് കൊമ്പ് എപ്രകാരമോ അതുപോലെയാണ് രാമന് രണ്ട് തോളുകൾ.
അങ്ങനെയുള്ള സഹ രാഘവ ഗന്ധഹസ്തി, ആ രഘുവരനാകുന്ന ഗന്ധഹസ്തി എന്ന് പറഞ്ഞാൽ മതഗജം, മതം പൊട്ടിയ ആന. ഇഹ സംയുഗേ ഉദീക്ഷിതും ന യുക്ത, യുദ്ധത്തില് നേരിട്ടൊന്ന് നോക്കാൻ പോലും സാധ്യമല്ല. അങ്ങനെയുള്ള രാമനോടാണോ അങ്ങ് കളിക്കാൻ പോകുന്നത്? അസൗരണാഗ്രസ്ഥിതി സന്ധിവാലോ വിദഗ്ധ രക്ഷോ മൃഗഃ നൃസിംഹ സുപ്തസ്ത്വയാ ബോധയിതും അയുക്തഃ ശരാംഗപൂർണോ നിശിദാസിദംഷ്ടഃ. ഈ ശ്ലോകത്തിൽ രാമനെ ഒരു സിംഹമായിട്ട് ഉപമിക്കുന്നു. മുമ്പ് മത്തഗജമായിട്ട് ഉപമിച്ചു, ഇവിടെ ഒരു സിംഹമായിട്ട്. എങ്ങനെ? രണാഗ്രസ്ഥിതി സന്ധിവാലഃ, പോരിൽ യുദ്ധത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്ന ധൈര്യമാകുന്ന എടുത്തു പിടിച്ച വാലോടുകൂടിയവനും. സിംഹം വാലുയർത്തി നിൽക്കില്ല, അതുപോലെ നിൽക്കുന്നതാണ്. എന്താണ് അവിടെ? സ്ഥൈര്യമാണ് രാമന്റെ വാല്. ശരാംഗപൂർണ നിശിദാസിദംഷ്ടഃ, ശരങ്ങളാകുന്ന നഖങ്ങൾ കൊണ്ട് നിറഞ്ഞവനും മൂർച്ചയേറിയ വാളാകുന്ന കടപ്പല്ലോടുകൂടി കോമ്പല്ലോടുകൂടിയവനും. വിദഗ്ധ രക്ഷോ മൃഗഃ, സമർത്ഥന്മാരാകുന്ന മാനുകളെ, രാക്ഷസന്മാരാകുന്ന മാനുകളെ കൊല്ലുന്നവനും. സുപ്തഃ അസൗ നൃസിംഹഃ, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരൂപം പൂണ്ട സിംഹമാണവൻ രാമൻ. ത്വയാ ബോധയിതും ന യുക്തഃ, നീ ചെന്ന് വെറുതെ ഉണർത്താൻ നോക്കണ്ട. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിന്റെ ക്രോധത്തിന് നീ ഇരയാവണ്ട, അതിനെ ഉണർത്തിയിട്ട്. അതുകൊണ്ട് അവന്റെ അടുത്തേക്ക് പോകുന്നത് നിനക്ക് നല്ലതല്ല. ചാപാപഹാരേ ഭുജവേഗ പങ്കേ ശരോർമിമാലേ സുമഹാഹവൗഘേ ന രാമപാതാളമുഖേ ദിഘോരേ പ്രസ്കന്ദിതും രാക്ഷസരാജയുക്തം. രാമനെ ഒരു സമുദ്രത്തോട് ഉപമിക്കുകയാണ് അടുത്ത ശ്ലോകത്തില്. അപ്പൊ മത്തഗജത്തോട്, സിംഹത്തോട്, ഇനി ഒരു സമുദ്രത്തോട് ഉപമിക്കുന്നു. ഹേ രാക്ഷസരാജ, ചാപാവഹാരേ, ചാപങ്ങളാകുന്ന അപഹാരങ്ങൾ എന്നാൽ മുതലകൾ, താഴേക്ക് വലിക്കുന്നത് എന്നാണ് അപഹാരം. ഗ്രാഹം എന്ന് മുതലയ്ക്ക് പേരുണ്ട്, അപഹാരം എന്ന് പേര്. അപ്പൊ വില്ലാകുന്ന മുതലയോടുകൂടിയവനും. ഭുജവേഗ പങ്കേ, കൈവേഗമാകുന്ന ചെളി നിറഞ്ഞതാണ് ആ സമുദ്രം. ശരോർമിമാലേ, അസ്ത്രങ്ങളാകുന്ന തിരമാലകളോടുകൂടിയതും. സുമഹാഹവൗകേ, മഹാഹവൗകേ, യുദ്ധം ചെയ്യുക എന്നുള്ള പ്രവാഹത്തോടുകൂടിയവനും. അതിഘോരേ, അതിഭയങ്കരവുമായ രാമപാതാളമുഖേ പ്രസ്കന്ദിതും ന യുക്തം, രാമനാകുന്ന പാതാളമുഖം എന്നാൽ സമുദ്രത്തിന്റെ പര്യായം തന്നെ. ആ സമുദ്രത്തോട് നീ, ആ സമുദ്രത്തിന്റെ മുമ്പിലേക്ക് കുതിച്ച് ചാടുന്നത് നിനക്ക് നല്ലതല്ല. നയുക്തം. അപ്പൊ രാമനെന്ന സമുദ്രത്തിലേക്ക് നീ ചെന്ന് നശിക്കാൻ വേണ്ടി ചാടണ്ട. പ്രസീദ ലങ്കേശ്വര രാക്ഷസേന്ദ്ര ലങ്കാം പ്രസന്നോ ഭവസാധു ഗച്ഛ ത്വം സ്വേഷു ദാരേഷു രമസ്വ നിത്യം രാമസ്സ ഭാര്യോ രമതാം വനേഷു. ഹേ ലങ്കേശ്വര രാക്ഷസേന്ദ്ര പ്രസീദ പ്രസന്നഃ ഭവ. അല്ലയോ രാക്ഷസേന്ദ്രനായ ലങ്കേശ്വരനായ രാവണ, നീ പ്രസാദിച്ചാലും നീ പ്രസന്നനായി ഭവിച്ചാലും ലങ്കാം സാധു ഗച്ഛ, നീ മര്യാദയ്ക്ക് ലങ്കയിലേക്ക് പോ, ആപത്തൊന്നുമില്ലാതെ തിരിച്ചു പോകൂ. ത്വം സ്വേഷു ദാരേഷു നിത്യം രമസ്വ, നിനക്കിഷ്ടം പോലെ ഭാര്യമാരുണ്ടല്ലോ, അവരിൽ സുഖമായിട്ട് നിത്യവും രമിക്ക്. രാമഃ സഭാര്യഃ രമതാം, രാമൻ അവന്റെ ഭാര്യയോടുകൂടി രമിക്കട്ടെ. വെറുതെ ചെന്ന് പുലിവാല് പിടിക്കണ്ട. രാമന്റെ ഭാര്യയെ പിടിക്കാൻ പോയാൽ നീ എന്താ പറയാ, സിംഹത്തിന്റെ വായിലേക്ക് പോകുന്നത് പോലെയാണ്, സമുദ്രത്തിലേക്ക് ചാടുന്നത് പോലെയാണ്, മത്തഗജത്തിന്റെ മുമ്പിൽ ചെന്ന് പെടുന്നത് പോലെയാണ്. ഏവമുക്തോ ദശഗ്രീവോ മാരീചേന സ രാവണഃ ന്യവർത്തത പുരീം ലങ്കാം വിവേശ ച ഗൃഹോത്തമം. മാരീചേന ഏവമുക്തഃ ദശഗ്രീവഃ സഹ രാവണഃ, മാരീചനാൽ ഇപ്രകാരം പറയപ്പെട്ടവനായ രാവണൻ ലങ്കാപുരീം ന്യവർത്തത, ലങ്കാപുരിയിലേക്ക് മടങ്ങിപ്പോയി. ഗൃഹോത്തമം വിവേശ, തന്റെ ഉത്തമ ഗൃഹത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ തൽക്കാലം ആ മാരീചന്റെ വാക്കുകൾ കേട്ട് ഭയം ജനിച്ച് മര്യാദക്കാരനാവുകയാണ് ആര്? രാവണൻ.
സീതയെ തൽക്കാലം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷേ വിടാൻ പോണ്ടോ? ആര്? ഒന്ന് പ്രാരബ്ധം അല്ലേ? അയാളുടെ സമയമായി കഴിഞ്ഞാൽ വിനാശകാലേ വിപരീത ബുദ്ധി. അപ്പൊ അത് ആരാ ഉപദേശിക്കാൻ പോണിനി? ഇനിയാണ് ശൂർപ്പണഖയുടെ വരവ്. അപ്പൊ ഈ സർഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ ആരണ്യകാണ്ഡേ ഏകത്രിംശ സർഗ 31ാം സർഗം പൂർണ്ണം. അപ്പോ എന്താ പറയുക, അകമ്പനന്റെ ദൗത്യം കൊണ്ട് രാവണന് അല്പം ക്രോധം എല്ലാം ഇളകി സീതയെ അപഹരിക്കാൻ തോന്നിയെങ്കിലും മാരീചന്റെ ആ പ്രേരണ, ഭീതിജനകമായ വാക്കുകൾ അല്ലേ, സാമം ദാനം ഭേദം ദണ്ഡം എന്ന് പറയും ധർമ്മം പ്രവർത്തിക്കാനായിട്ട്. ഇവിടെ മാരീചൻ പ്രയോഗിച്ചത് ഭേദം എന്ന ഉപായമാണ്. സാമം കൊണ്ട് പ്രയോജനമില്ല രാവണന്റെ അടുത്ത്. അതൊക്കെ നല്ലവരോട് പറയാനുള്ളതാണ് സാമം എന്നാൽ. സാമം എന്നാൽ സമ്യക്കായ സമമായ വാക്കുകൾ, സമബുദ്ധിയിലേക്ക് നയിക്കുന്ന വാക്കുകൾ, അവനെ നല്ലതിലേക്ക് നയിക്കുന്ന വാക്കുകളാണ് സാമം. ദാനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞ് ധർമ്മത്തിൽ പ്രേരിപ്പിക്കലാണ്. ഇപ്പൊ രാവണന് ആരെന്ത് കൊടുക്കാനാണ് അല്ലേ? രാവണന്റെ കയ്യിൽ ഇല്ലാത്തത് വല്ലതും ഉണ്ടോ? ഇല്ലാത്തതാകെ സീതയുള്ളൂ. അപ്പൊ സീതയെ കൊടുക്കാന്ന് പറഞ്ഞാൽ മാത്രമേ അയാൾ അടങ്ങുള്ളൂ. അപ്പൊ അതും വഴിയില്ല. പിന്നെന്താ? പിന്നെ പേടിപ്പിക്കുകയേ വഴിയുള്ളൂ. ആ പേടിപ്പിക്കലാണ് ആ മാരീചൻ ആദ്യം ചെയ്തത്. ഭേദിക്കുക എന്ന് പറഞ്ഞാല് അവനവൻ ഹൃദയത്തെ ഭേദിക്കുക, അവന്റെ നിശ്ചയത്തെ ഭേദിക്കുക, സങ്കല്പത്തെ ഭേദിക്കുക. എന്താണോ തീരുമാനിച്ചത് അതിനെ ഭയം കൊണ്ട് തകർക്കുക. അങ്ങനെ ഇപ്പോ തൽക്കാലം മാരീചൻ ജയിച്ചു. പക്ഷേ കഴിഞ്ഞില്ല കഥ അല്ലേ? ഇനിയും തുടരും, കഥ തുടരും. അങ്ങനെതാ ശൂർപ്പണഖയുടെ ഇതിലേക്ക് വരികയാണ്. അത് 32 സർഗഃ. തദശൂർപ്പണഖാ ദൃഷ്ട്വാ സഹസ്രാണി ചതുർദശ ഹതാന്യേകേന രാമേണ രക്ഷസാം ഭീമകർമ്മണാം ദൂഷണം ചകരം ചൈവ ഹതം ത്രിശിരസം തഥാ ദൃഷ്ട്വാ പുനർമഹാനാദം നനാദ ജലദോ യഥാ. ശൂർപ്പണഖ രാമേണ ഏകേന ഭീമകർമ്മണാം രക്ഷസാം ചതുർദശ സഹസ്രാണി ഹതാനി ദൃഷ്ട്വാ. ആ ശൂർപ്പണഖ എല്ലാം നേരിൽ കണ്ടതാണ്. എന്ത്? ഏകനായ രാമനാൽ 14,000 രാക്ഷസന്മാര് കൊല്ലപ്പെട്ടതായിട്ട് കണ്ടിട്ട്. തതഹ അവിടെ നിന്ന്, അല്ലെങ്കിൽ അനന്തരം ദൂഷണം ഗരം ത്രിശിരസ്വച്ച ഹതം ദൃഷ്ട്വാ. ഗരദൂഷണ ത്രിശിരാക്കളും കൊല്ലപ്പെട്ടതായിട്ട് കണ്ടിട്ട് ജലദഹ യഥാ പുനഃ മഹാനാദം നനാദ. ജലദം എന്നാൽ നീരദം, ജലദം, വാരിദം എല്ലാം മേഘം ഗർജിക്കുന്നത് പോലെ അഥവാ ഇടിവെട്ടും പോലെ അവിടുന്ന് ശബ്ദിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ് ജനസ്ഥാനത്ത് നിന്ന് ലങ്കയിലേക്ക്. ആര്? ശൂർപ്പണഖ. സാ ദൃഷ്ട്വാ കർമ്മ രാമസ്യ കൃതം അന്യൈഹി സുദുഷ്കരം ജഗാമ പരമോദ്വിഗ്ന ലങ്കാം രാവണപാലിതാം. സാ അന്യൈഹി ദുഷ്കരം രാമസ്യ കൃതം കർമ്മ ദൃഷ്ട്വാ. അവൾ, ആ ശൂർപ്പണഖ, മറ്റുള്ളവരെ കൊണ്ട് സാധിക്കാത്തതായിട്ടുള്ള രാമന്റെ ആ മഹാകർമ്മങ്ങളെ കണ്ടിട്ട് പരമോദ്വിഗ്ന, അതി ഭയപ്പെട്ടവളായിട്ട്, ഉദ്വേഗമുള്ളവളായിട്ട് രാവണപാലിതാം ലങ്കാം ജഗാമ, രാവണനാൽ പാലിക്കപ്പെടുന്ന ലങ്കയിലേക്ക് ഗമിച്ചു. സാദർശ വിമാനാഗ്രേ രാവണം ദീപ്ത തേജസം ഉപോപവിഷ്ടം സചിവൈഃ മരുദ്ഭിർ ഇവ വാസവം ആസീനം സൂര്യസങ്കാശേ കാഞ്ചനേ പരമാസനെ രുക്മവേദിഗതം പ്രാജ്യം ജ്വലന്തമിവ പാവകം ദേവഗന്ധർവഭൂതാനാം ഋഷീണാം ച മഹാത്മനാം അജേയം സമരേ ശൂരം വ്യാത്താനനമിവാന്തകം ദേവാസുരവിമർദ്ദേഷു വജ്രാശനികൃതവ്രണം ഐരാവത വിഷാണാഗ്രൈഃ ഉത്കൃത്തകിണവക്ഷസം വിംശദ്ഭുജം ദശഗ്രീവം ദർശനീയ പരിച്ഛദം വിശാലവക്ഷസം വീരം രാജലക്ഷണശോഭിതം. അപ്പോ ദൂരത്ത് നിന്ന് വരുന്ന ശൂർപ്പണഖ തന്റെ ജ്യേഷ്ഠനെ കാണുന്ന ആ രൂപം വർണ്ണിക്കുകയാണ്. രാവണന്റെ ആ ഗാംഭീര്യം,
സാ ദദർശ, അവൾ കണ്ടു. അത്രയേ ഉള്ളൂ വിഷയം. ആരെ കണ്ടു? രാവണം ദദർശ, അത്രേ പറയണ്ടു അല്ലേ? എഴുത്തച്ഛൻ നല്ലോണം വർണ്ണിക്കുന്ന ആളാണ്. എന്നാലും ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ രാവണനെയൊന്നും അധികം വർണ്ണിക്കാൻ പോവില്ല. എഴുത്തച്ഛന് രാമനെ വർണ്ണിക്കാൻ വലിയ ഇഷ്ടമാണ്. രാമനെ വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ വർണ്ണിക്കും. ഇവിടെ എന്താ പറയുക, വാൽമീകി രാവണന്റെ ഗാംഭീര്യത്തെയും വർണ്ണിച്ച് കാണിക്കുകയാണ്. അപ്പോ ആ ശൂർപ്പണഖ വിമാനാഗ്രേ, ഇവിടെ വിമാനം എന്ന് പറഞ്ഞാല് 7 നില മാളിക. വിമാനം എന്ന് പറഞ്ഞാൽ ആകാശഗമിക്കുന്ന വിമാനവുമുണ്ട്. പുഷ്പക വിമാനാദികളൊക്കെ രാവണന്റെ വിമാനമാണ്. ഇവിടെ വിമാനം എന്നതുകൊണ്ട് ഉയർന്ന 7 നിലയുള്ള മാളികകളെ വിമാനം എന്ന് പറയും. തമിഴ്നാട്ടിൽ ചെന്നാൽ ക്ഷേത്ര ഗോപുരങ്ങൾക്ക് അവർ പറയുന്നത് വിമാനം എന്നാണ്. നമ്മൾ ഗോപുരം എന്ന് പറയണു, അവർ വിമാനം എന്നേ പറയുള്ളൂ. തെക്കേ വിമാനം, കിഴക്കേ വിമാനം, മേർക്ക് അല്ലെ, തെക്ക് മേർക്ക്, മറ്റേ എന്താ, ഓരോ ദിക്കുകൾക്ക് അവരുടേതായിട്ടുള്ള ഭാഷയിൽ പറയും. അങ്ങനെയുള്ള വിമാനമാണ് എന്ന് പറയും. വിമാനം എന്ന് പറഞ്ഞാൽ 7 നില ഉള്ള മാളിക അല്ലെങ്കിൽ അതുപോലെയുള്ള ഗോപുരം എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ഇവിടെ വിമാനാഗ്രേ, 7 നില മാളികയുടെ മുകളില് ദീപ്ത തേജസം മരുദ്ഭിഹി വാസവം ഇവ സജീവൈഹി ഉപോപവിഷ്ടം, തേജസ്സോടുകൂടി ജ്വലിക്കുന്നവനും മറ്റ് മരുത്തുക്കൾ എന്ന് പറയുന്ന ദേവന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന, വാസവൻ എന്നാൽ ഇന്ദ്രൻ. അപ്പൊ ദേവലോകത്ത് ഇന്ദ്രൻ ഇരിക്കുന്ന അതേ പ്രതാപത്തോടെ മന്ത്രിമാരാൽ ചുറ്റപ്പെട്ട രാവണൻ ഇരിക്കുന്നു. സൂര്യസംകാശേ കാഞ്ചനേ പരമാസനേ ആസീനം, സൂര്യനെ പോലെ തേജസ്സാർന്ന വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നു. രുക്മവേദിഗതം, പ്രകാശിക്കുന്ന ഒരു വേദിയുടെ മുകളില് ജ്വലിക്കുന്നതായിട്ടുള്ള ജ്വലന്തം പ്രാജ്യം പാവകം ഇവ, ഒരു യാഗശാലയിലെ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു വേദികയുടെ മുകളില് ജ്വലിക്കുന്ന അഗ്നിയെ പോലെ. സിംഹാസനം ഇവിടെ യാഗത്തിലെ സ്വർണവേദിക പോലെ, രാവണൻ അതിൽ ജ്വലിക്കുന്നത് പോലെയെന്ന്. ദേവഗന്ധർവഭൂതാനാം മഹാത്മനാം ഋഷീണാം ച അജേയം, ദേവന്മാര്, ഗന്ധർവന്മാര്, മറ്റു ഭൂതങ്ങള്, മഹാത്മാക്കളായിട്ടുള്ള ഋഷിമാര്, ആർക്കും ജയിക്കാൻ പറ്റാത്തവനും, സമരേ ശൂരം, യുദ്ധത്തിൽ പരാക്രമിയും, വ്യാത്താനനം, വലിയ മുഖമുള്ളവനും, അന്തകം ഇവ, കാലനെ പോലെ ഇരിക്കുന്നവനും, ദേവാസുര വിമർദ്ദേശു വജ്രാശനികൃത വ്രണം, ദേവാസുര യുദ്ധങ്ങളിൽ വജ്രായുധത്താലും മറ്റും വ്രണം ഉണ്ടായിട്ടുണ്ട്, അടയാളം ഉണ്ടായിട്ടുണ്ട്, കൊല്ലാൻ സാധിച്ചിട്ടില്ല. ഇന്ദ്രന്റെ വജ്രായുധമൊക്കെ മാറിലൊക്കെ പല അടയാളങ്ങളും ആർക്കുണ്ടാക്കിയിട്ടുണ്ട്? രാവണന് ഐഡന്റിഫിക്കേഷൻ മാർക്സ് പോലെ അല്ലേ, നല്ല ആഴത്തിലുള്ള മുറിവുകൾ. പക്ഷെ അതുകൊണ്ടൊന്നും നശിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള യുദ്ധത്തിൽ വീരനാണ് എന്നർത്ഥം. ഐരാവത വിഷാണാഗ്രൈഹി ഉത്കൃത കിണവക്ഷസം, ദേവേന്ദ്രന്റെ ആനയാണ് ഐരാവതം. ഐരാവതത്തിന്റെ വിഷാണാഗ്രം എന്നുള്ള കൊമ്പിന്റെ അറ്റം. ഐരാവതം അതിന്റെ കൊമ്പിന്റെ അറ്റം കൊണ്ട് രാവണന്റെ മാറിൽ കുത്തിയിട്ടുണ്ട്. അതാണ് ഉത്കൃത്ത കിണവക്ഷസം, കുത്തപ്പെട്ട കിണം എന്നാൽ തഴമ്പ്. അപ്പൊ ആന കുത്തേറ്റ് തഴമ്പുള്ള ഐരാവതത്തിന്റെ കുത്തേറ്റ തഴമ്പുള്ള മാറോടുകൂടിയവനാണ് രാവണൻ. വീരത്തിന്റെ പ്രകടനമാണതെല്ലാം. അതുപോലെ വിംശത് ഭുജം, 20 കൈകളുള്ളവനും, ദശഗ്രീവം, 10 കഴുത്തുള്ളവനും, ദർശനീയ പരിച്ഛദം, വസ്ത്രാലങ്കാരങ്ങൾ അതുപോലെയുള്ള ആലവാലങ്ങൾ എല്ലാം കാണേണ്ടതാണ്. വിശാലവക്ഷസം, വിരിഞ്ഞ മാറിടം, വീരം രാജലക്ഷണ ശോഭിതം, വീരനായി രാജാവിന്റെ ലക്ഷണങ്ങൾ, ആലവട്ടം, വെഞ്ചാമരം, വെൺകൊറ്റക്കുട മുതലായതുകൊണ്ടെല്ലാം ശോഭിക്കുന്നു. സ്നിഗ്ധ വൈഡൂര്യ സംകാശം, തപ്തകാഞ്ചനഭൂഷണം, സുഭുജം ശുക്ലദശനം, മഹാസ്യം പർവ്വതോപമം, വിഷ്ണുചക്രനിപാതൈശ്ച ശതശോ ദേവസംയുഗേ അന്യൈ ശസ്ത്രൈ പ്രഹാരൈശ്ച മഹായുദ്ധേഷു താഡിതം, ആഹതാംഗം സമസ്തൈശ്ച ദേവപ്രഹരണൈസ്തദാ അക്ഷോഭ്യാണാം സമുദ്രാണാം ക്ഷോഭകം ക്ഷിപ്രകാരിണം, ക്ഷേപ്താരം പർവ്വതേന്ദ്രാണാം സുരാണാം ച പ്രമർദ്ദനം, ഉച്ഛേത്താരം ച ധർമാണാം പരധാരാഭിമർശനം, സർവദിവ്യാസ്ത്രയോക്താരം യജ്ഞവിഘ്നകരം സദാ, പുരീം ഭോഗവതീം ഗത്വാ പരാജിത്യ ച വാസുകീം
തക്ഷകസ്യ പ്രിയാം ഭാര്യാം പരാജിത്യ ജഹാരയഃ കൈലാസപർവതം ഗത്വാ വിജിത്യ നരവാഹനം വിമാനം പുഷ്പകം തസ്യ കാമകം വൈ ജഹാരയഃ വനം ചൈത്രരഥം ദിവ്യം നളിനീം നന്ദനം വനം വിനാശേദിയ ക്രോധാത് ദേവോദ്യാനാനി വീര്യവാൻ ചന്ദ്രസൂര്യൗ മഹാഭാഗൗ ഉത്തിഷ്ഠന്തൗ പരന്തപൗ നിവാരയതി ബാഹുഭ്യാം യഃ ശൈലശിഖരോപമഃ ദശവർഷസഹസ്രാണി തപസ്തത്വാ മഹാവനെ പുരാ സ്വയംഭുവേ ധീരഃ ശിരാംസി ഉപജഹാരയഃ. ആ രാവണനെ പ്രശംസിക്കുകയാണ്. രാവണന്റെ നേട്ടങ്ങൾ. എന്തിനാ അതൊക്കെ പ്രശംസിക്കുന്നത്? ഇപ്പൊ രാവണനെ ആദ്യമായിട്ടാണ് രാമായണത്തിൽ ഇപ്പൊ അവതരിപ്പിക്കുന്നത്. അരണ്യകാണ്ഡത്തിലാണ് രാവണനെ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇനി പലയിടത്തും രാവണനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കും, വർണ്ണിക്കുകയൊക്കെ ചെയ്യും. സുന്ദരകാണ്ഡത്തിൽ അതിമനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. എങ്ങനെ ഹനുമാൻ സ്വാമി കാണുന്ന രാവണനെ, യുദ്ധകാണ്ഡത്തിൽ വർണ്ണിക്കുന്നുണ്ട് രാമൻ കാണുന്ന രാവണനെ. അപ്പൊ അങ്ങനെ പല ഘട്ടങ്ങളിലും രാവണന്റെ പ്രൗഢിയെ വർണ്ണിക്കുന്നുണ്ട്. എന്തിനാ? ഇത്രയെല്ലാം നേട്ടങ്ങളുള്ള, ഇത്രയും ശക്തനായ, ലോകത്തെ മുഴുവൻ തന്റെ കാൽക്കീഴിൽ ഞെരിച്ചമർത്തിയ മഹാപരാക്രമിയായ അത്ഭുത വീര്യനായിട്ടുള്ള ആ രാവണൻ എത്ര കെങ്കേമനായിട്ടും അധർമ്മം പ്രവർത്തിച്ചതുകൊണ്ട് സ്വയം നശിച്ചു. അതുകൊണ്ട് എന്തെല്ലാം ശക്തിയുണ്ടെങ്കിലും, കഴിവുണ്ടെങ്കിലും, നേട്ടങ്ങളുണ്ടെങ്കിലും, ധനമുണ്ടെങ്കിലും, എത്ര തന്നെ പൗരുഷമുള്ളവരാണെങ്കിലും അഹങ്കരിക്കാതിരിക്കുക, അധർമ്മം പ്രവർത്തിക്കാതിരിക്കുക. ഈ ഒരു സന്ദേശം തരാൻ വേണ്ടിയാണ് രാവണന്റെ പ്രൗഢിയെ ഇത്രയും വർണ്ണിക്കുന്നത്. ഇത്രയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഒരു സാധാരണ, ഒരു നിസാരനായിട്ടുള്ള ഒരു കീടം പോലെയുള്ള ഒരാളല്ല രാവണൻ. ഒന്നിനും കുറവില്ലാത്ത, എല്ലാം തികഞ്ഞ, ലോകത്തിലേക്ക് എല്ലാവരും അതിശയിക്കുന്ന, രാവണനെ പോലെ ആകണമെന്ന് എല്ലാവരും കൊതിച്ചു പോകും. അത്രയും എന്താ പറയുക, പ്രാഗൽഭ്യമുള്ള, അത്രയും ശ്രേഷ്ഠതയുള്ള സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇത്രയും കഴിവുള്ള ആളാണ്. എന്നിട്ടും നശിച്ചില്ലേ? എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാൻ വേണ്ടി. അപ്പൊ പൗരുഷമോ മറ്റുള്ള ധനമോ സ്ഥാനമാനങ്ങളോ സൗന്ദര്യമോ ശക്തിയോ ഇതൊന്നും ആത്യന്തികമായി നമ്മുടെ കൂടെ ഉണ്ടാവില്ല. എല്ലാം നശ്വരങ്ങളാണ്. ധർമ്മം മാത്രമാണ് നമ്മുടെ കൂടെ ബലമായിട്ട് ഉണ്ടാവുക. ആ ധർമ്മത്തെ രക്ഷിക്കുക, ധർമ്മം നിങ്ങളെ രക്ഷിക്കും എന്നാണ് ഇതിന്റെ രാമായണത്തിന്റെ സന്ദേശം. രാമനെ നോക്കൂ, ആരുമില്ല, ഒറ്റയ്ക്ക് അല്ലെ, വനവാസി, ജടാമകുടങ്ങൾ ധരിച്ചവൻ. ആകെ ഒരു സഹായമായിട്ട് ലക്ഷ്മണൻ മാത്രം. പിന്നെ കുറച്ചു കഴിയുമ്പോൾ സഹായികളായിട്ട് വരുന്നത് വാനരന്മാര്. പരിഹാസ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് രാമന്റെ അവസ്ഥ, മറ്റുള്ളവരുടെ ഭൗതിക ദൃഷ്ടിയാ നോക്കിയാൽ. എന്നിട്ടും ആ രാമന് വിജയമുണ്ടായി. എന്തുകൊണ്ട്? രാമന്റെ ശക്തി, രാമന്റെ ധർമ്മനിഷ്ഠയാണ്. അപ്പോ ഇത് നമ്മൾക്ക് നൽകുന്ന സന്ദേശമാണ്. നിങ്ങളും രാമന്റെ പുറകെ പോവുക, രാവണന്റെ പുറകെ പോകാതിരിക്കുക, രാവണനാവാതിരിക്കുക, രാമനായി തീരുക. രാമനെ പോലെ ധർമ്മം അനുഷ്ഠിക്കുന്നവരാകുക, രാവണനെ പോലെ അധർമ്മം അനുഷ്ഠിക്കാതിരിക്കുക. ഇതാണ് സന്ദേശം. അപ്പൊ നോക്കാം രാവണന്റെ എന്തൊക്കെ എന്താ പറയാ വിഭൂതികളാണ് ഇവിടെ വർണ്ണിക്കുന്നത് എന്ന്. സ്നിഗ്ധ വൈഡൂര്യ സങ്കാശം തപ്ത കാഞ്ചന ഭൂഷണം സുഭുജം. അവന്റെ കൈകൾ അതിമനോഹരങ്ങളായ കൈകൾ, വലിയ ശക്തിയുള്ള കൈകൾ. അതില് നല്ല വൈഡൂര്യം പോലെ തിളങ്ങുന്നവനാണ് അവൻ. തങ്ക പൊന്നുകൊണ്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. ഭംഗിയേറിയ കൈകളുണ്ട്. ശുക്ലദശനം, നല്ല വെളുത്ത പല്ലുകളുണ്ട്. പല്ലിനും കേളൊന്നുമില്ല, ദംഷ്ട്രകളൊന്നുമില്ല. മഹാസ്യം, നല്ല വലിയ മുഖമാണ്. പർവ്വതോപമം, മല പോലെയുള്ള ശരീരം. ശതശഃ ദേവസംയുഗേ വിഷ്ണുചക്ര നിപാതൈഹി മഹായുദ്ധേഷു അന്യൈഹി ശസ്ത്രൈഹി പ്രഹാരൈഹി താഡിതം. പല പല യുദ്ധങ്ങളിൽ വെച്ച് വിഷ്ണുവിന്റെ ചക്രങ്ങളാലും മറ്റ് ദേവന്മാരുടെ ആയുധങ്ങളാലുമൊക്കെ പല പ്രാവശ്യം പ്രഹരിക്കപ്പെട്ടിട്ടുള്ളവനാണ്. അതിന്റെയൊക്കെ അടയാളങ്ങളൊക്കെ കാണും, വീരാടയാളങ്ങള്.
സമസ്തൈഹി ദേവപ്രഹരണൈഹി ആഹതാംഗം, എല്ലാ ദേവന്മാരുടെ ആയുധങ്ങളാലും ആഹനിക്കപ്പെട്ട പ്രഹരിക്കപ്പെട്ട അവയവത്തോടു കൂടിയവനും തഥാ അക്ഷോഭ്യാണാം സമുദ്രാണാം ക്ഷോഭകം, ഇളകാത്ത ഗംഭീര സമുദ്രങ്ങളെ പോലും ശോഭിപ്പിക്കാൻ ശക്തിയുള്ളവനാണ്. ക്ഷിപ്രകാരിണം, ഏത് കാര്യവും വിചാരിച്ചാൽ ഉടനെ ചെയ്യാൻ ശക്തിയുള്ളവനാണ്. പർവ്വതേന്ദ്രാണാം ക്ഷേപ്താരം, വലിയ വലിയ മലകളെയെല്ലാം വലിച്ചെറിയാൻ ശക്തിയുള്ളവനാണ്. സുരാണാം പ്രമർദ്ദനം, ദേവന്മാരെ മർദ്ദിക്കുന്നവനാണ്. ധർമാണാം ഉച്ഛേത്താരം, ധർമ്മങ്ങളെയൊക്കെ വേരോടെ പിഴുതെറിയാൻ കഴിവുള്ളവനാണ്. പരതാരാഭിമർശനം, അന്യന്റെ ഭാര്യമാരെ സ്പർശിക്കുന്നവനാണ്. പാതിവ്രത്യ ഭംഗമുണ്ടാക്കുന്നവനാണ്. സർവദിവ്യാസ്ത്രയോക്താരം, സകല ദിവ്യാസ്ത്രങ്ങളും പ്രയോഗിക്കാൻ കഴിവുള്ളവനാണ്. സദാ യജ്ഞവിഘ്നകരം, എല്ലായ്പ്പോഴും മറ്റുള്ളവർ ചെയ്യുന്ന യജ്ഞങ്ങളെ നശിപ്പിക്കുന്നവനും. ഭോഗവതീം പുരീം ഗത്വാ വാസുകീം പരാജിത്യ തക്ഷകസ്യ പ്രിയാം ഭാര്യാം പരാജിത്യ യഹ ജഹാര. ഭോഗവതി എന്ന് പറയുന്ന പാതാളത്തിലുള്ള നാഗങ്ങളുടെ ലോകമാണ്. ആ നാഗലോകത്തിലേക്ക് ചെന്നിട്ട് അവിടെ വാസുകി എന്ന സർപ്പേന്ദ്രനെ പരാജയപ്പെടുത്തി, തക്ഷകനെ പരാജയപ്പെടുത്തി, തക്ഷകന്റെ പ്രിയ ഭാര്യയെ ബന്ധിച്ചുകൊണ്ട് ഹരിച്ചു കൊണ്ടുവന്നു. കൈലാസപർവതം ഗത്വാ നരവാഹനം വിജിത്യ തസ്യ കാമകം പുഷ്പകം വിമാനം യഹ ജഹാരവൈ. കൈലാസപർവതത്തിലേക്ക് ചെന്ന് നരവാഹനം വിജിത്യ, ഇവിടെ നരവാഹനൻ എന്ന് പറഞ്ഞാൽ കുബേരനാണ്. കുബേരൻ ഒരു മനുഷ്യന്റെ തോളിലിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാഹനം. അപ്പൊ നരവാഹനനായ കുബേരനെ ജയിച്ച് അദ്ദേഹത്തിന്റെ കാമകം പുഷ്പകം വിമാനം, ഇഷ്ടം പോലെ ഗമിക്കുന്ന, അതിലിരിക്കുന്ന അതിന്റെ സ്വാമിയുടെ കാമത്തിനനുസരിച്ച് ഗമിക്കുന്നത്, മനസ്സിൽ എന്ത് സങ്കല്പിക്കുന്നുവോ അവിടേക്ക് പോകുന്നത്, അങ്ങനെയുള്ള വിമാനത്തെ യഹ ജഹാരവൈ, ഏതൊരുത്തൻ ഹരിച്ചുവോ. ദിവ്യം ചൈത്രരഥം വനം നളിനീം നന്ദനം വനം ദേവ ഉദ്യാനാനി വീര്യവാൻ യഹ ക്രോധാത് വിനാശയതി. ദേവന്മാരുടെ ഉദ്യാനങ്ങളാണ് ചൈത്രരഥം എന്നുള്ള കുബേരന്റെ ഉദ്യാനം, നളിനി എന്ന് പറയുന്ന അതിനുള്ള പൊയ്ക, ഇന്ദ്രന്റെ ഉദ്യാനമായ നന്ദനം എന്ന വനം, മറ്റ് ദേവലോകത്തുള്ള ഉദ്യാനങ്ങൾ എല്ലാം തന്നെ വീര്യവാനായിട്ടുള്ള ഏതൊരുവനാണോ ക്രോധത്തോടെ നശിപ്പിക്കുന്നത്. ശൈലശിഖരോപമഃ, പർവ്വതശിഖരെ പോലെ ഇരിക്കുന്നവനും. യഹ ബാഹുഭ്യാം പരന്തപൗ മഹാഭാഗൗ തിഷ്ടന്തൗ ചന്ദ്രസൂര്യൗ നിവാരയതി. ആരാണോ, ഏതൊരു രാവണനാണോ തന്റെ രണ്ട് കൈകളെ കൊണ്ട് ഉദിച്ചു പൊങ്ങുന്ന സൂര്യചന്ദ്രന്മാരെ പോലും തള്ളി നീക്കാൻ കഴിവുള്ളവനാണ്. അവരുടെ വഴിമാറ്റിവിടാനുള്ള ശക്തിയുള്ള കൈകളുള്ളവനാണ്. ധീരഃ യഹ പുരാ മഹാവനി ദശവർഷ സഹസ്രാണി തപഃ തത്വാ സ്വയംഭുവേ ശിരാംസി ഉപജഹാര. ഏതൊരുവനാണോ പണ്ട് 10,000 വർഷം കഠിന തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മദേവനെ പ്രസാദിപ്പിക്കാൻ തന്റെ ശിരസ്സുകളെ തന്നെ ഉപഹാരമായി മുറിച്ച് ഹോമിച്ചു. അങ്ങനെ 9 ശിരസ്സും ഹോമിച്ച് 10ാമത്തെ ശിരസ്സും ഹോമിക്കാൻ പോയപ്പോഴാണ് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചത്. അങ്ങനെയാണ് മനുഷ്യനിൽ നിന്ന് മാത്രം മരണം. കാരണം മനുഷ്യനെ രാവണൻ ഒട്ടും പേടിയില്ല, ഒരു കീടം എന്നാണ് മനുഷ്യനെ കരുതിയിരുന്നത്. ബാക്കി ദേവന്മാര്, ഗന്ധർവന്മാര്, വിദ്യാധരന്മാര്, കിന്നരന്മാര്, കിംപുരുഷന്മാര്, ഉരകന്മാര്, അങ്ങനെയുള്ള ആരിൽ നിന്നും ഒരു ജന്തുക്കളിൽ നിന്നും മരണം വേണ്ട. മനുഷ്യൻ മാത്രം എക്സംഷൻ കൊടുത്തു. മരണമില്ലായ്മ വരെ കൊടുക്കാൻ പറ്റില്ല ബ്രഹ്മദേവന്. അതുകൊണ്ട് ഒരേ ഒരു കണ്ടീഷൻ, മനുഷ്യൻ. അപ്പൊ അങ്ങനെയുള്ള തപസ്സനുഷ്ഠിച്ചു. ദേവദാനവ ഗന്ധർവ പിശാച പതഘോരകൈഃ അഭയം യസ്യ സംഗ്രാമേ മൃത്യുതോ മാനുഷാദ് ഋതേ മന്ത്രൈരഭിഷ്ടുതം പുണ്യം അധ്വരേഷു ദ്വിജാതിഭിഃ ഹവിർദാനേഷു യസ്സോമം ഉപഹന്തി മഹാബലഃ. യസ്യ സംഗ്രാമേ മാനുഷാദ് ഋതേ, ഏതൊരുവന് യുദ്ധത്തിൽ മനുഷ്യനിൽ നിന്നൊഴികെ ദേവ ദാനവ ഗന്ധർവ പിശാച പതക ഉരകൈഃ മൃത്യുതഃ അഭയം. ഈ പറഞ്ഞ ആളുകളിൽ നിന്നൊന്നും മൃത്യുവില്ല, മൃത്യുവിൽ നിന്ന് ഭയമില്ല, അതാണ് അഭയം. അപ്പൊ ഈ പറഞ്ഞ ആളുകളൊന്നും ഇവനെ വധിക്കാൻ കഴിയില്ല എന്ന് മഹാബലഃ യഃ,
ആ മഹാബലവാനായിട്ടുള്ള രാവണൻ അധ്വരേഷു ഹവിർധാനേഷു ദ്വിജാതിഭിഹി മന്ത്രൈഹി അഭിഷ്ടുതം പുണ്യം സോമം ഉപഹന്തി രാവണം ദദർശ. അപ്പോ യാഗങ്ങളും മറ്റുമൊക്കെ ബ്രാഹ്മണർ ചെയ്യുമ്പോ ആ യാഗശാലകളിൽ ബ്രാഹ്മണർ മന്ത്രങ്ങളെ കൊണ്ട് ഹോമിക്കുന്നതായിട്ടുള്ള സോമം എന്ന ആ ദ്രവ്യത്തെ, സോമപാനത്തെ ഉപഹന്തി, ദേവന്മാർക്ക് കൊടുക്കാതെ അവിടെ ചെന്ന് തട്ടിയെടുക്കുന്നവനാണ് രാവണൻ. അങ്ങനെയുള്ള രാവണനെ ആര് കണ്ടു? ശൂർപ്പണഖ കണ്ടു. കുറെ കാലത്തിന് ശേഷം കാണുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും വർണ്ണിച്ചത് എന്ന് താല്പര്യം. ആപ്തയജ്ഞഹരം ക്രൂരം ബ്രഹ്മഗ്നം ദുഷ്ടചാരിണം കർക്കശം നിരനുക്രോശം പ്രജാനാം അഹിതേരഥം രാവണം സർവലോകാനാം സർവഭൂതഭയാവഹം രാക്ഷസീ ഭ്രാതരം ക്രൂരം സാദദർശ മഹാബലം. സാ രാക്ഷസി, ആ രാക്ഷസിയായ ശൂർപ്പണഖ ആപ്തയജ്ഞഹരം, യജ്ഞങ്ങളെല്ലാം പൂർത്തിയാവാറായിരിക്കുന്ന സമയത്ത് ചെന്ന് അതിനെ നശിപ്പിക്കും. അങ്ങനെയുള്ളവനായ രാവണനെ ക്രൂരനും ബ്രഹ്മഗ്നം, ബ്രാഹ്മണരെ കൊല്ലുന്നവനും ദുഷ്ടചാരിണം, ദുർനടപടിയോടുകൂടിയവനും കർക്കശം, ക്രൂരചിത്തനും നിരനുക്രോശം, ദയാദാക്ഷിണ്യമില്ലാത്തവനും പ്രജാനാം അഹിതേരഥം, നാട്ടുകാരെ മുഴുവൻ ഉപദ്രവിക്കുന്നവനും സർവലോകാനാം രാവണം, എല്ലാ ലോകത്തുള്ളവരെയും കരയിപ്പിക്കുന്നവനും. ഇവിടെ രാവണം എന്നാൽ രാവയതീതി രാവണ, ലോകത്തിലുള്ള എല്ലാവരെയും കരയിപ്പിക്കുക എന്നാണ് അർത്ഥം. കരയിപ്പിക്കുന്നവൻ രാവണൻ. അങ്ങനെയുള്ള എല്ലാവരെയും കരയിപ്പിക്കുന്നവനും സർവഭൂത ഭയാവഹം, സർവപ്രാണികൾക്കും ഭയത്തെ ഉണ്ടാക്കുന്നവനും ക്രൂരം മഹാബലം ഭ്രാതരം ദദർശ, ക്രൂരനും മഹാബലനുമായ തന്റെ സഹോദരനെ ദർശിച്ചു. തം ദിവ്യവസ്ത്രാഭരണം ദിവ്യമാല്യോപശോഭിതം ആസനേ സൂപവിഷ്ടം തം കാലകാലമിവോദ്യതം രാക്ഷസേന്ദ്രം മഹാഭാഗം പൗലസ്ത്യകുലനന്ദനം രാവണം ശത്രുഹന്താരം മന്ത്രിഭിഃ പരിവാരിതം അഭിഗമ്യാബ്രവീത് വാക്യം രാക്ഷസീ ഭയവിഹ്വല. അപ്പൊ ആ രാക്ഷസിയായ ശൂർപ്പണഖ പൗലസ്ത്യകുലനന്ദനം, ആ പുലസ്ത്യന്റെ മകന്റെ വംശത്തിൽ ജനിച്ചവനും തം മഹാഭാഗം, ആ എല്ലാ ലോകത്തും പ്രസിദ്ധിയാർജിച്ച ഉദ്യതം കാലകാലം ഇവ, പ്രളയകാല മൃത്യുവിനെ പോലെ ഉദിച്ചുയരുന്നവനും ശത്രുഹന്താരം, ശത്രുക്കളെ ഹനിക്കുന്നവനുമായ രാവണനെ മന്ത്രിഭി പരിപാരിതം, മന്ത്രികളാൽ ചുറ്റപ്പെട്ടവനും ദിവ്യവസ്ത്രാഭരണം, ദിവ്യങ്ങളായ വസ്ത്രാഭരണങ്ങൾ അണിഞ്ഞവനും ദിവ്യ മാല്യോപശോഭിതം, ദിവ്യങ്ങളായ മാലകളെ കൊണ്ട് ശോഭിക്കുന്നവനും ആസനേ സൂപവിഷ്ടം, ആ സിംഹാസനത്തിൽ നന്നായിരിക്കുന്നവനും രാക്ഷസേന്ദ്രം തം രാവണം അഭിഗമ്യ.
അപ്പോൾ രാവണനെ വീണ്ടും വീണ്ടും വർണ്ണിച്ച് ഇത്രയും പ്രതാപിയായ ആ രാവണനെ ആസനത്തിൽ ഇരിക്കുന്ന രാക്ഷസേന്ദ്രം തം രാവണം അഭിഗമ്യ രാക്ഷസേന്ദ്രനായ രാവണന്റെ അടുത്തേക്ക് ചെന്ന് വാക്യം ഭയവിഹ്വല അബ്രവീത് ഭയം കൊണ്ട് വിറയ്ക്കുന്നവളായിക്കൊണ്ട് ശൂർപ്പണഖ ഇപ്രകാരം പറഞ്ഞു. ആരെക്കുറിച്ചുള്ള ഭയം? രാമനെ കുറിച്ചിട്ടുള്ള ഭയം കൊണ്ട് വിഹ്വലയായിട്ട്. അല്ലാതെ തന്റെ സഹോദരനെ ഭയപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല. തം അബ്രവീദീപ്ത വിശാലലോചനം പ്രദർശയിത്വാ ഭയമോഹമൂർച്ഛിത സുദാരുണം വാക്യമഭീതചാരിണി മഹാത്മനാ ശൂർപ്പണഖ വിരൂപിത. അഭീതചാരിണി, ആ ശൂർപ്പണഖ എങ്ങനെയുള്ളവളാണ്? അഭീതചാരിണി, ഭീതി കൂടാതെ സഞ്ചരിക്കുന്നവൾ. എവിടെയും സ്വച്ഛന്തം സഞ്ചരിക്കാനുള്ള തന്റെ ഇടം ധൈര്യം അവൾക്കുണ്ട്. കാരണം അവൾ അത്രയും ശക്തയാണ്. അപ്പൊ അങ്ങനെയുള്ളവളും മഹാത്മനാ വിരൂപിത ശൂർപ്പണഖ, മഹാത്മാവായ ലക്ഷ്മണനാൽ വിരൂപമാക്കപ്പെട്ടവളായ ആ ശൂർപ്പണഖ ഭയമോഹമൂർച്ഛിത, ഭയം കൊണ്ടുള്ള മോഹാലസ്യം കൊണ്ട് മൂർച്ഛിതയായിട്ട് നടുങ്ങിയവളായിട്ട് ദീപ്ത വിശാലലോചനം തം സുദാരുണം പ്രദർശയിത്വാ, ആ കോപാഗ്നി കൊണ്ട് ജ്വലിക്കുന്നവനായ രാവണനോട് സുദാരുണം പ്രദർശയിത്വാ, തനിക്ക് നേരിട്ട ദാരുണമായ അവസ്ഥയെ കാണിച്ചു കൊടുത്തിട്ട്, അല്ലേ, ഏട്ടന്റെ സിമ്പതി ആദ്യം പിടിച്ചു പറ്റണം, എന്നിട്ട് ഏട്ടന്റെ കോപം വർദ്ധിപ്പിക്കണം. അപ്പൊ അതിനായി കൊണ്ട് തന്റെ കാതും മൂക്കുമൊക്കെ ഏട്ടനെ കാണിച്ചു കൊടുക്കണം. എന്നെ തിരിച്ചറിയണ്ടോ എന്നാണ്, അല്ലെ, ഞമണെന്ന് പറയേണ്ടി വരും, അല്ലെ, മൂക്കില്ലാത്തത് കൊണ്ട് അനുനാസിക ശബ്ദമാണ് വരിക. നമ്മുടെ മേൽപ്പത്തൂർ ഭട്ടതിരി അനുനാസികം ഇല്ലാതെ, അല്ലെ, നിരനുനാസികം, മൂക്കുകൊണ്ടുള്ള ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളൊക്കെ മലയാളികൾ കൂടുതലും അനുനാസികം ഉപയോഗിക്കുന്നവരാണ്. അനുനാസിക പ്രിയ കേരളീയ എന്നൊരു ചൊല്ലുണ്ട്. കേരളീയരുടെ സംസാരത്തില് അനുനാസിക ശബ്ദങ്ങൾ ഞാ മാ ങ ണ ന മ കാക്ക ഗംഗ ങില് അവസാനത്തെ ങ, ചാച്ച ജഞ്ചഞ്ഞയിലെ ഞ, ടാട്ട ഡണ്ടെണ്ണയിലെ ണ, താത്ത ദന്തന്നയിലെ ന, പാപ്പ ബമ്പമ്മയിലെ മ, അവസാനത്തെ ആ 5 അക്ഷരങ്ങള് അനുനാസികങ്ങളാണ്. അത് നാസികയോട് മാത്രമേ മൂക്കുണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. ആ മൂക്കുള്ളവർക്കേ അത് പറയാൻ പറ്റുള്ളൂ, മൂക്ക് വർക്ക് ചെയ്യുന്നവർക്കേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ശൂർപ്പണഖയുടെ മൂക്ക് ഛേദിച്ചു കഴിഞ്ഞപ്പോ അനുനാസിക ശബ്ദങ്ങൾ വരില്ല. അപ്പൊ ഇവള് എന്താ പറയാ, രാവണനോടും മറ്റുമൊക്കെ ചെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്ന് നമ്മുടെ മേൽപ്പത്തൂർ ഭട്ടതിരി മഹാസംസ്കൃത പണ്ഡിതനാണ്, നാരായണീയ കർത്താവ്. നാരായണീയം മാത്രമല്ല, ഒരുപാട് കാവ്യങ്ങൾ രചിച്ച മഹാനാണ്, മഹാകവിയാണ്, മഹാസംസ്കൃത പണ്ഡിതനാണ്. വ്യാകരണത്തിലൊക്കെ പ്രക്രിയാ സർവസ്വം എന്ന അതിബൃഹത്തായിട്ടുള്ള ഒരു വ്യാകരണ ശാസ്ത്ര ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹം ധാരാളം ഇതിനു വേണ്ടിയിട്ട് എന്താ കഥകളിക്കും മറ്റുമൊക്കെയുള്ള ശ്ലോകങ്ങൾ ധാരാളം രചിച്ചിട്ടുണ്ട്. അതിൽ നിരനുനാസിക പ്രബന്ധം എന്ന് പറഞ്ഞിട്ടാണ് ശൂർപ്പണഖയുടെ കഥ പറഞ്ഞിട്ടുള്ളത്. ശൂർപ്പണഖയുടെ കഥ ഒരു കഥകളിയായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ അതിൽ നിരനുനാസികം, അനുനാസിക ശബ്ദങ്ങളെ ഇല്ലാതെ ങ ഞ ണ ന മ എന്നുള്ള 5 അക്ഷരങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ളതായിട്ടുള്ള ഒരു പ്രബന്ധമാണ്, ഒരു ശ്ലോകങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അത്രയും പണ്ഡിതൻ, അത്രയും കഴിവുള്ളവൻ, കൃതഹസ്തൻ എന്ന് പറയാം, അല്ലെ, കൈ സാമർഥ്യമുള്ളവൻ. അപ്പൊ അതുപോലെ ഇപ്പോൾ ശൂർപ്പണഖ രാവണനോട് പറയുന്നതെല്ലാം അനുനാസിക ശബ്ദങ്ങളില്ലാത്ത ഖരശബ്ദങ്ങളെ കൊണ്ട്, ഖരം മൃദു ഇത്രേ പറ്റുള്ളൂ. അപ്പോ ദീപ്ത വിശാല ലോചനം തം സുദാരുണം പ്രദർശയിത്വ, തന്റെ ദാരുണമായ അവസ്ഥയെ കാണിച്ചുകൊണ്ട് വാക്യം അബ്രവീത്, താഴെ പറയുന്ന വാക്യങ്ങളെ പറഞ്ഞു എന്നാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ സർഗം ഇവിടെ പൂർണ്ണം. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യാരണ്യകാണ്ഡേ 32 സർഗഃ, 32 സർഗം സമാപ്തം.
നമുക്കിവിടെ നിർത്താം അല്ലേ? നമ്മുടെ 7 മണി സമയം കഴിഞ്ഞു. അപ്പം ഇനി പോയാൽ ഇനി കുറച്ച് 24 ശ്ലോകങ്ങൾ ഉണ്ട്. വേണ്ട, അരമണിക്കൂർ എടുക്കും. വേണ്ടല്ലോ. ഞാൻ ഇത്തിരി ക്ഷീണിച്ചാ വരണം. തൃശ്ശൂര് രാവിലെ ഗംഭീരമായിട്ടുള്ളൊരു ഇതേപോലെ ശബ്ദം ഇട്ടിട്ടുള്ള ഒരു പ്രഭാഷണം 2 മണിക്കൂറോളം സത്രത്തിൽ വെച്ച്, അത് കഴിഞ്ഞ് യാത്രയുമൊക്കെ ആയിട്ട് വന്നതാണ്. നേരെ തൃശ്ശൂരിൽ നിന്ന് വരിക. ഓം പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതദ്ധി രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാഃ പദയേ നമഃ. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. പ്രസാദമുണ്ടോ?